نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ونزلنا من السماء ماء مباركا فأنبتنا به جنات وحب الحصيد والنخل باسقات لها طلع نضيد رزقا للعباد وأحيينا به بلدة ميتا كذلك الخروج. അപ്പോ ونزلنا من السماء ماء مباركا, ഉപരിയിൽ നിന്ന് ആകാശത്ത് നിന്ന് നാം വെള്ളം ഇറക്കിയിട്ടുണ്ട്. ആ വെള്ളത്തെക്കുറിച്ച് വിശേഷിപ്പിച്ചത് മാ മുബാറക്ക് എന്നാണ്. അതുകൊണ്ടുണ്ടായിത്തീരുന്ന ഖൈർ അത് അമീം, എല്ലാവർക്കും ലഭിക്കുന്നതാണ്. ആ വ്യാപകത്വം അതിൽ വരണം. അതുപോലെ തന്നെ അത് നിലനിൽക്കുന്നതുമാണ്. അത് ഒരൊറ്റ ഷോട്ടില് വന്നു തീർന്നു കഴിഞ്ഞു പോകുന്നതല്ല, അത് നിലനിൽക്കുന്നതുമാണ്. അങ്ങനെയുള്ള ഖൈറുകൾക്കാണ് സാധാരണ ഇങ്ങനെ ബർക്കത്ത് എന്ന് പറയാം. അപ്പൊ മുബാറക്കാണ്, മുബാറക്കായിട്ടുള്ള വെള്ളം അള്ളാഹു ഇറക്കി തന്നു. ആ വെള്ളം കൊണ്ട് ഫഅംബത്നാ ബിഹി ജന്നാത്തിൻ വഹബ്ബൽ ഹസീദ്, തോട്ടങ്ങൾ അവൻ മുളപ്പിച്ചു. തോട്ടങ്ങള്, ഒരു തോട്ടം എന്ന് പറയുമ്പോൾ അതിലെല്ലാം ഉണ്ടാവും. വലിയ വൃക്ഷങ്ങളുണ്ടാവും, ഇടത്തരം ചെടികളുണ്ടാവും, അതുപോലെ തന്നെ പിന്നെ പടർപ്പുകൾ, ചെറിയ ചെടികൾ പോലുള്ള പടർപ്പുകൾ ഉണ്ടാകും. അതുപോലെ ധാന്യങ്ങൾ മാതിരിയുള്ളതുണ്ടാവും. അങ്ങനെയുള്ള എല്ലാമുള്ള തോട്ടങ്ങൾ വഹബ്ബൽ ഹസീദ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കൊയ്തെടുക്കാൻ പറ്റുന്ന ധാന്യങ്ങൾ, ഹബ്ബ് ഹബൂബ് എന്ന് പറഞ്ഞ ധാന്യങ്ങളാണ്. ഹസദ യഹ്സുദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊയ്തെടുക്കണേനാണ് പറയാ. ഹസീദ് മഹ്സൂദ്, നിങ്ങൾക്ക് കൊയ്തെടുക്കാവുന്ന തരത്തിലുള്ള ധാന്യങ്ങളുണ്ട്. പിന്നെ വന്നഖൽ, ഈത്തപ്പനുണ്ട്. അത് ബാസിഖാത്തിൻ ലഹാ തുൽഉൻ നളീദ്. ആ ഈത്തപ്പനകളെ കുറിച്ച് പറയുന്നിടത്ത് ബാസിഖാത്ത് എന്നാണ് പറഞ്ഞത്. വളരെ നീണ്ടതാണ്. അവിടെ നീണ്ടു നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ ഒന്ന് അതിന്റെ ഉയരം നമ്മൾ നോക്കുകയാണെങ്കിൽ മറ്റു വൃക്ഷങ്ങളെ അപേക്ഷിച്ച് വളരെ ഉയരത്തിലേക്ക് ഉയർന്ന് പൊങ്ങുന്ന ഈത്തപ്പനകളുണ്ട്. നീണ്ട ഈത്തപ്പന. ഒരുപക്ഷെ നമ്മുടെ കണ്ണിൽ അത് പെട്ടിട്ടുണ്ടായിക്കൊള്ളുന്നില്ല. ഇപ്പൊ നമ്മളിവിടെ കാണുന്ന ഈത്തപ്പനകളൊക്കെ ചെറിയ ഈത്തപ്പനകളാണ്, പ്രായം കുറഞ്ഞ ഈത്തപ്പനകളാണ്. എന്നാൽ നീണ്ട ഈത്തപ്പനകളുണ്ട്, വളരെ ദീർഘമായി നിൽക്കണം. നമ്മളെ തെങ്ങ് പോലെ നീണ്ടു പോകുന്ന ഈത്തപ്പനകളുണ്ട്. അങ്ങനെ ഉള്ള അതിന്റെ നീട്ടം അത് ഉദ്ദേശിക്കാം. അതല്ലെങ്കിൽ ആ ഈത്തപ്പനയുടെ ഉപയോഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീണ്ടു കിടക്കുന്നതാണ്. ഇന്നതിന് എന്നൊന്നുമില്ല, ഇന്നതിന് എന്നില്ല. ഒരുപാട്
ആ ഈത്തപ്പനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഭാഗങ്ങളും, അതിന്റെ ഉപകാരങ്ങൾ, അതിന്റെ മനാഫിഴകൾ ജനങ്ങളിലേക്ക് നീണ്ടു കിടക്കുന്നതാണ്. അത് ഇപ്പോ നമ്മൾ അതിൽ നിന്നുണ്ടാകുന്ന ഈത്തപ്പഴം തന്നെ നമ്മൾ ഇപ്പോ കൊയ്തെടുത്തു എന്ന് വിചാരിച്ചാൽ അതിപ്പോ തീരാൻ പോകുന്നില്ല. ചിലപ്പോൾ ഒരു വർഷത്തിലധികം നമുക്കത് സൂക്ഷിച്ചു വെക്കാൻ വരെ പറ്റും. അങ്ങനെയൊക്കെ ഉള്ളതാണ്, അങ്ങനെ നീണ്ടു നിൽക്കുന്നതാണ്. ലഹാ ത്വൽഉൻ നളീദ്, അതിന് കൊലകളുണ്ട്. ആ കൊലകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായി അടുക്കി വെച്ചിട്ടുള്ള, ആ കൊലയില് അതിന്റെ കായ, അതില്ലെങ്കിൽ ഈത്തപ്പഴം എന്ന് പറയുന്നത് അടുക്കി വെച്ചിട്ടുള്ളതാണ്. ഒരു കൊലയിലേക്ക് ഭാരം ഒരാൾക്കത് ഏറ്റിക്കൊണ്ടുവരാൻ കഴിയാത്ത അത്ര വലിയ ഈത്തപ്പന കൊലകളുണ്ട്. അത് നന്നായിട്ട് ശരിക്കും ഇങ്ങനെ അടുക്കി വെച്ചിട്ടുള്ളതാണ്. റിസ്ഖൻ ലിൽ ഇബാദ്, ഇതെല്ലാം ഈ പറഞ്ഞിട്ടുള്ള ജന്നാത്തുകളിലുള്ള മരങ്ങളും വൃക്ഷങ്ങളും ചെടികളുമായിട്ടുള്ളത്, അതുപോലെ തന്നെ ഹബ്ബുൽ ഹസീദ്, ധാന്യങ്ങള്, അതുപോലെ തന്നെ ഈത്തപ്പനകള്, ഇതെല്ലാം തന്നെ റിസ്ഖായിട്ടാണ് അള്ളാഹു ഈ മഴവെള്ളം കൊണ്ട് ഉൽപ്പാദിപ്പിച്ച് തന്നിട്ടുള്ളത്. ആർക്കുള്ള? ലിൽ ഇബാദ്, അവന്റെ സൃഷ്ടികൾക്കുള്ള. അപ്പൊ ആ സൃഷ്ടികൾ എന്ന് പറയുമ്പോൾ നമ്മളും പെടും. അതുപോലെയുള്ള ആ സസ്യാഹാരം കഴിക്കുന്ന എല്ലാ ജന്തുജാതികളും അതിൽ പെടും. അതൊക്കെ അള്ളാന്റെ ഇബാദുകൾ തന്നെയാണല്ലോ. വഅഹ്യൈനാ ബിഹി ബൽദത്തൻ മൈതൻ കദാലിക്കൽ ഖുറൂജ്. ആ മഴവെള്ളം കൊണ്ട് പിന്നെ നാം ചെയ്തിട്ടുള്ള ഒരു കാര്യം നോക്കിയാൽ, അഹ്യൈന, നാം ജീവിപ്പിച്ചു, ബിഹി, ആ മാ മുബാറക്ക് കൊണ്ട്. ആ ബിഹി എന്ന ലമീർ ആ മായിലേക്കാണ് മടങ്ങുന്നത്. നാം ജീവിപ്പിച്ചത് എന്തിനെയാണ്? അഹ്യൈന എന്ന് പറയുന്ന ഫിഅലിന്റെ മഫ്ഊല് ബിഹിയാണ് ബൽദത്തൻ, നാടിനെ, മൈത്തൻ, നിർജീവമായി കിടക്കുന്ന, ബൽദത്തൻ മൈത്തൻ കദാലിക്കൽ ഖുറൂജ്. അങ്ങനെയാണ് നിങ്ങളുടെ പുറപ്പാടും. നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് ജീവിതത്തിലേക്ക് അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് നിങ്ങളെ തിരിച്ചു കൊണ്ടുവരും, അഥവാ പുനരുജ്ജീവിപ്പിക്കപ്പെടും, ബഅസ് ഉണ്ടാകും എന്ന് പറഞ്ഞ ആ ബഅസ് ഇതേ രൂപത്തിലാണ് നടക്കുന്നത്. കദാലിക്കൽ ഖുറൂജ്. ഇത് പറയുന്നിടത്ത് ഇതിന്റെ വ്യാഖ്യാനത്തിലാണ് ഇനി നമുക്ക് കാണാൻ പറ്റുക. വഹാസുലു ഹാദ, മുകളിൽ പറഞ്ഞതിന്റെ ഹാസുൽ, സാധാരണ അങ്ങനെ അറബിയിൽ പ്രയോഗിക്കുക. വൽഹാസുൽ, ചിലപ്പോ വൽഹാസുൽ എന്ന്, ചിലപ്പോ ഖുലാസ എന്നുള്ളതിന് പറയും. ഇൻ ബ്രീഫ് എന്ന് നമ്മൾ ഇംഗ്ലീഷിലൊക്കെ പറയില്ലേ, അതിന് പകരം സാധാരണ അറബിയിൽ ഇങ്ങനെ രണ്ട് രൂപത്തിൽ പ്രയോഗിച്ച് കാണാം. ഖുലാസ പറയും, ചിലപ്പോ വൽഹാസുൽ പറയും. വൽഹാസുൽ എന്നതിനെ വഹാസുലു ഹാദ, അതന്നെയാണ് ഹാസുലു ഹാദ. ഇതിന്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ പരാമർശിച്ചതിന്റെ ഹാസുല്, അതിന്റെ ഖുലാസ, അതിന്റെ രത്ന ചുരുക്കം. അന്നമാ ഫീഹാ മിനൽ ഖൽഖിൽ ബാഹിർ, അന്നമാ ഫീഹ, അവയിലുള്ളവ. അന്ന എന്നുള്ള വാക്ക് കാണുമ്പോൾ അതിലൊന്നും എന്ത് ചെയ്യേണ്ടതില്ല, പേടിക്കാനൊന്നുമില്ല. ഇന്ന അന്ന എന്ന് പറയുന്ന ഇന്ന അഖവാത്തുകളും അത് സാധാരണ ഒരു ജുംലത്തുൻ ഇസ്മിയയിൽ പ്രവേശിക്കും. എന്നിട്ട് ആ ജുംലത്തുൻ ഇസ്മിയക്ക് ഒരു തേക്കീത് കൊടുക്കാനാണ് ഇന്ന അന്യം വരുന്നത്. അതിന് ശേഷം വരുന്ന അതിന്റെ അഖവാത്തുകൾക്ക് വേറെ ചില മീനിങ് കൊടുത്തിട്ട് വാചകത്തെ ഒന്ന് മോഡിഫൈ ചെയ്യും. അപ്പൊ ഒന്ന് തേക്കീത് ചെയ്യേണ്ടി വരുമ്പോ, അതിനൊന്നുകൂടെ ഒന്ന് എംഫസൈസ് ചെയ്ത് ഉറപ്പിച്ച് പറയേണ്ടി വരുമ്പോ ഇന്നയോ അല്ലെങ്കിൽ അന്നയോ സന്ദർഭത്തിനനുസരിച്ചിട്ട് ചേർക്കും. അല്ലാണ്ട് വേറെ വ്യത്യാസമൊന്നുമില്ല. വാചകത്തിന്റെ ഗ്രമറ്റിക്കലായിട്ട് ചെറിയ മാറ്റങ്ങൾ വരുത്തും. മുബ്തദഉൻ വ ഖബർ എന്നത് മുബ്തദയിനെ ഇസ്മു ഇന്ന, ഇസ്മു അന്ന, ഇന്നയുടെ ഇസ്മു അല്ലെങ്കിൽ അന്നയുടെ ഇസ്മു എന്ന് മാറ്റും. അതിന് റഫറുണ്ടായിരുന്നത് മാറ്റിയിട്ട് നെസ്ബാക്കി കൊടുക്കും. ഖബറുൽ മുബ്തദ എന്നതിന് പകരം ഖബറു ഇന്ന, ഖബറു അന്ന എന്നായിത്തീരും. ഇന്നയുടെ ഖബറാണ് അല്ലെങ്കിൽ അന്നയുടെ ഖബറാണ്. ഇന്നയുടെ ഖബർ അല്ലെങ്കിൽ അന്നയുടെ ഖബർ എന്ന് പറഞ്ഞാൽ അത് മർഫൂ തന്നെയാണ്. മുബ്തദയുടെ ഖബർ പോലെ തന്നെ മർഫൂആണ്. മാറുന്നത് മുബ്തദന്റെ ഇഅ്റാബ് മാറും. മുബ്തദ സാധാരണ മർഫൂഉൻ അലൽ ഇബ്തിദ, ഇത് മൻസൂബ് ആണ്. മൻസൂബായി തീരുന്നത് അല അന്നഹു ഇസ്മുൻ ലി ഇന്ന, ഇന്നയുടെ ഇസ്മാണ് എന്ന അർത്ഥത്തിലാണ് ഉണ്ടാവുക. അപ്പോ അന്ന മാ ഫീഹാ മിനൽ ഖൽഖിൽ ബാഹിർ, അവയിലുള്ള ഖൽഖ്, സൃഷ്ടിപ്പ്, ബാഹിർ,
അത് നമ്മളെ കൗതുകപ്പെടുത്തുന്ന, നമ്മളെ വിസ്മയിപ്പിക്കുന്ന, ബാഹിർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ശരിക്ക് വിസ്മയിപ്പിക്കുന്ന, കൗതുകപ്പെടുത്തുന്നതിനാണ് പറയാ. ഒരു കാര്യം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്ന ഏതൊരു കാര്യത്തിനും അത് ബാഹിറാണ്. അങ്ങനെ ബാഹിറായിട്ടുള്ള സൃഷ്ടിപ്പ്. അതുപോലെ തന്നെ അപ്പൊ നോക്കി നിൽക്കുകയാണെങ്കിൽ, അള്ളാഹ് സൃഷ്ടിച്ചിട്ടുള്ള ഈ സൃഷ്ടികളിലേക്ക് നമ്മൾ നോക്കി നിൽക്കുകയാണെങ്കിൽ സ്വാഭാവികമായും നമുക്കൊരു വല്ലാത്ത ഒരു കൗതുകം തോന്നും. അത് വല്ലാതെ നമ്മളെ സ്തബ്ധരാക്കി കളയും, അത്ഭുതപ്പെടുത്തി കളയും. ഈ കൗതുകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിസ്മയം കൊണ്ട് നമ്മളൊന്ന് തിരിച്ച് നിൽക്കണം. അപ്പോഴാണ് ശരിക്ക് ബാഹിറായി തീരുന്നത്. അതുപോലെ തന്നെ വശിദ്ദ വൽ ഖുവ്വ, അതിലുള്ള ശക്തി നോക്കാം, അതിന്റെ കാഠിന്യം നോക്കാം. ഒരു ഈത്തപ്പന എന്നൊക്കെ പറഞ്ഞാൽ ആ പനയുടെ ഉറപ്പെത്രയാണ്, അതിലുള്ള കൂവത്ത് എത്രയാണ്, അത് നമുക്ക് നൽകുന്ന ഈ ഈത്തപ്പഴത്തിന്റെ, അത് നമുക്ക് മൃഗങ്ങളാകട്ടെ അല്ലെങ്കിൽ മനുഷ്യരാകട്ടെ അവക്ക് അത് നൽകുന്ന കരുത്ത്, ഉണ്ടാക്കി തീർക്കുന്ന കരുത്തെന്താണ്? ഇതെല്ലാം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ, അത് പരിശോധിച്ച് നോക്കുമ്പോൾ നമ്മുടെ ചിന്ത പോകേണ്ടത് എങ്ങനെയാണ്? ഈ ആയാത്തുകളെ സംബന്ധിച്ച്, അള്ളാഹുവിന്റെ ഈ ഹൽക്കുകളെ സംബന്ധിച്ച്, അള്ളാഹിന്റെ ഈ മഹത്തായ കൃത്യത്തെ സംബന്ധിച്ച് അതിലുള്ള ആ ദൃഷ്ടാന്തത്തെ നമ്മൾ വിലയിരുത്തേണ്ടത് അത് ദലീലുൻ, അത് നമ്മളൊരു തെളിവായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക. അലാ കമാലി ഖുദ്റത്തില്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല ഖദീർ, കഴിവുള്ളവനാണ് എന്നും, അവൻ കഴിവുള്ളവനാണ് എന്ന് പറഞ്ഞാൽ അവന്റെ ഖുദ്റത്ത് എത്രത്തോളമാണ്? അത് കമാൽ, പരിപൂർണമായ ഖുദ്റത്ത് അവനുണ്ട്. സൃഷ്ടികളിൽ പലർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുദ്റത്ത് കൊടുക്കും. പക്ഷെ ആ കൊടുക്കുന്നത് വളരെ പരിമിതമായിട്ടുള്ള ഒരു ഖുദ്റത്താണ്. ഒരു നിശ്ചിതമായ കാലയളവിൽ ആ ഖുദ്റത്ത് നിലനിൽക്കുള്ളൂ, പിന്നെ ആ ഖുദ്റത്ത് നീങ്ങിപ്പോകും. ആ ഖുദ്റത്ത് എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനും കഴിയില്ല, നിശ്ചിതമായി അവൻ നിർണയിച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമേ സാധിക്കുള്ളൂ. അത് തന്നെയും ആ നിശ്ചിതമായ കാര്യങ്ങൾക്ക് എല്ലാറ്റിനും കഴിയില്ല, അതിൽ തന്നെ പരിമിതമായ അളവിൽ മാത്രമേ കൊടുത്തിട്ടുണ്ടാവുള്ളൂ. ആ ഖുദ്റത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വയം ഉള്ളതല്ല, അത് അള്ളാഹു കൊടുത്തതുകൊണ്ട് മാത്രം നിലനിൽക്കുന്നതും അള്ളാഹു വേണ്ടാന്ന് വിചാരിച്ചാൽ അത് പിൻവലിക്കാൻ പറ്റുന്നതുമാണ്. എന്നാൽ അള്ളാന്റെ ഖുദ്റത്ത് ഇങ്ങനെയല്ല. അള്ളാന്റത് കമാൽ, അതാണ് അള്ളാന്റെ ഗുണവിശേഷങ്ങളുടെ പ്രത്യേകത. അതിന് പൂർണ്ണതയും അതിന് സൗന്ദര്യവും ഉണ്ടാകും. അവൻ്റെത് ആരും കൊടുത്തതല്ല, അവനുള്ളതാണ്. അവന്റെ കഴിവുകൾക്ക് യാതൊരു പരിധിയില്ല. അത് എല്ലാ കാര്യത്തിലും അവൻ കഴിവുറ്റവനാണ്. അത് എല്ലാ മേഖലകളിലും എന്നതുപോലെ തന്നെ അവൻ ചെയ്യുന്ന കാര്യങ്ങളുടെ അതിന് ഇത്രത്തോളത്തോളേ കഴിയുള്ളൂ, അങ്ങനെ ഒരു പരിധിയില്ല. അത് അവനിൽ നിന്ന് നീക്കം ചെയ്യപ്പെടൂല. അതുകൊണ്ട് തന്നെ അള്ളാന്റെ ഖുദ്റത്തിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റും കമാലു ഖുദ്റത്തില്ല. ആ കമാലു ഖുദ്റത്തില്ല, അള്ളാഹുവിന്റെ കഴിവ്, അവന്റെ ഖുദ്റത്ത് എന്ന് പറയുന്നത് കമാൽ, പൂർണ്ണതയുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള കഴിവാണ് അള്ളാഹുവിൻ്റെത്. അങ്ങനെയുള്ള അള്ളാഹു, അവനെ ഇത് ഉണ്ടാക്കാൻ കഴിയൂ, വേറെ ആർക്കും അത് ഉണ്ടാക്കാൻ കഴിയില്ല. ഈ സൃഷ്ടികളുടെ ബാഹുല്യവും അവയുടെ വൈപുല്യവും അവക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഈ ശിദ്ധത്തും അവക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഈ ഖുവ്വത്തും ഇതെല്ലാം കാണുമ്പോൾ ഇത്രയും വലിയ സൃഷ്ടികളെ, ഇത്രയും വിപുലമായ സൃഷ്ടികളെ, ഇത്രയും ബാഹുല്യമുള്ള സൃഷ്ടികളെ, ഇത്രയും അപാരമായ സൃഷ്ടികളെ സൃഷ്ടിച്ച ഒരുത്തൻ എന്ന് പറയുമ്പോൾ അവന്റെ ഖുദ്റത്ത് എന്തായിരിക്കണം? അവന്റെ ഖുദ്റത്തിനെ കുറിച്ച് ഒന്നേ പറയാൻ പറ്റൂ, കമാലു ഖുദ്റത്തിഹി, അവന്റെ ഖുദ്റത്ത് പരിപൂർണമാണ്. അപ്പൊ ഈ സൃഷ്ടിപ്പിനെ നമ്മൾ തെളിവായി കാണേണ്ടത് അലാ കമാലി ഖുദ്റത്തില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുദ്റത്തിന്റെ പൂർണ്ണത. അല്ലാഹ് ഖദീറാണ് മാത്രമല്ല, അല്ലാഹ് ഖദീറാണ്, അല്ലാഹ്ക്ക് ഖുദ്റത്തുണ്ട്. പക്ഷെ ആ ഖുദ്റത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലാഹ് കമാലുള്ളവനാണ്. അലാ കമാലി ഖുദ്റത്തില്ല വമാ ഫീഹ, അത് അവിടെ നിന്നു കേട്ടോ. ഇനി ബാക്കിയുള്ളതുമായിട്ട് ഇതിനെ പെട്ടെന്ന് ബന്ധിപ്പിക്കണ്ട. അപ്പോ ഈ ദൃഷ്ടാന്തങ്ങൾ, അള്ളാഹു സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന ഈ സൃഷ്ടികൾ, അതാണല്ലോ ദൃഷ്ടാന്തങ്ങൾ. ആ ദൃഷ്ടാന്തങ്ങളിലുള്ള ഹൽക്കും ബാഹിർ, അതിലുള്ള ശിദ്ധത്തും ഖുവ്വത്തും,
ഇത് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ദലീലുൻ അലാ കമാലി ഖുദ്റത്തില്ലാ. ദലീൽ അലാ മാദാ? അലാ കമാലി ഖുദ്റത്തില്ലാഹി തബാറക വ തആല. ഇനി വമാ ഫിഹാ മിനൽ ഹുസ്നി വൽ ഇത്ഖാനി വബദീഇ സുൻഅതി വബദീഇൽ ഖൽഖ, അവയിലുള്ള മിനൽ ഹുസ്ൻ വൽ ഇത്ഖാൻ, ഹുസ്നുണ്ട് ഇത്ഖാനുണ്ട്. ഒരു കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്താൽ അല്ലദീ അഹ്സന കുല്ല ഷൈഇൻ ഖലഖഹു, അത് അള്ളാന്റെ ഒരു പ്രത്യേകതയാണ്. അവൻ ഏതൊന്നിനെ സൃഷ്ടിക്കുകയാണെങ്കിലും അതിന്റെ സൃഷ്ടിപ്പിനെ അവൻ അന്യൂനമാക്കി തീർക്കും. ഒരു കുറ്റവും കുറവും ആർക്കും പറയാനില്ലാത്ത വിധം കുറ്റം തീർത്ത് ചെയ്യുന്നതിനാണ് അതിനാണ് ശരിക്ക് ഇഹ്സാൻ എന്ന് പറയുന്നത്. ഒന്ന് നോക്കിയാൽ അങ്ങനെ ആയിരുന്നില്ല, ഇങ്ങനെയായിരുന്നു വേണ്ടത് എന്ന് പറയേണ്ടി വരരുത്. ഒരു കുറ്റം അല്ലെങ്കിൽ ഒരു കുറവ്, ഏതെങ്കിലും തരത്തിലുള്ള കുറ്റമോ അല്ലെങ്കിൽ കുറവോ അവിടെ ചൂണ്ടിക്കാണിക്കാൻ കഴിയരുത്. അങ്ങനെ കുറ്റങ്ങളില്ലാതെ, കുറ്റം തീർന്ന, ന്യൂനതകളില്ലാത്ത, അന്യൂനമായിട്ടുള്ള, അഴിബില്ലാത്ത, നഖ്സില്ലാത്ത, അഴിബും നഖ്സും ഒന്നും ചൂണ്ടിക്കാണിക്കാനില്ലാത്ത സൃഷ്ടിപ്പാണ്. ഇപ്പോ ആകാശത്തിലേക്ക് നിങ്ങൾ നോക്കൂ. ആ ആകാശത്തിലേക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൽ തറ മിൻ ഫുതൂർ ثم ارجع البصر كرتين ينقلب اليك البصر خاسئا وهو حسير. അതിന് കുറ്റം കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ രണ്ടാമതും മൂന്നാമതും നിങ്ങളുടെ കണ്ണ് അതിലൂടെ പായിച്ച് ഒക്കെ നിങ്ങൾ പോന്നാലും നിങ്ങളുടെ കണ്ണ് ക്ഷീണിച്ച് തെച്ചു വരല്ലാതെ നിങ്ങൾക്ക് അതിലൊരു കുറ്റം കണ്ടെത്താൻ കഴിയില്ല. മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് മനുഷ്യൻ ആലോചിച്ച് നോക്കിയാൽ ഇന്ന് അവൻ അള്ളാഹ് കൊടുത്തിട്ടുള്ള ഈ സൃഷ്ടിപ്പ് അതാണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള സൃഷ്ടിപ്പ്. അതിനേക്കാൾ നല്ല ഒരു ക്രാഫ്റ്റ് നമുക്ക് നമ്മുടെ ഭാവനയിൽ വേറെ കൊണ്ടുവരാൻ കഴിയില്ല. ഇങ്ങനെ അള്ളാഹു ഏതൊന്നിനെ സൃഷ്ടിച്ചുവോ അവൻ സൃഷ്ടിച്ച അവന്റെ സൃഷ്ടികളുടെ മുഴുവൻ സൃഷ്ടിപ്പും അവൻ അന്യൂനമാക്കി തീർത്തവനാണ്. അങ്ങനെയുള്ള ആ ഹുസ്നും ഇത്ഖാനും, ഇത്ഖാൻ എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രൊഫഷണൽ ആയിട്ടൊരു കാര്യം ചെയ്യുന്നതിനാണ്. ഒരു കുറ്റം പറയാനില്ലാതെ ഒരു കാര്യത്തെ പെർഫെക്റ്റ് ആയി ചെയ്യണതിനാണ് ഇത്ഖാൻ എന്ന് പറയാം. ശരിക്കും മുത്തഖിൻ എന്ന് പറയും ഒരു കാര്യത്തെ പ്രൊഫഷണൽ ആയിട്ട് ചെയ്യാൻ കഴിയെങ്കിൽ. അതുകൊണ്ട് തന്നെ മറ്റൊരു ഹദീസിൽ വന്നിട്ടുണ്ട്, ഒരു മുഅ്മിനായ മനുഷ്യൻ അയാൾ ഒരു കാര്യം ചെയ്യുമ്പോൾ എങ്ങനെങ്കിലും വാരി വലിച്ച് ചെയ്തിട്ട് പോകരുത്. അള്ളാഹ് അവന്റെ അടിയാറുകളിൽ നിന്ന് ഇഷ്ടപ്പെടുന്നത് ഇദാ അമില അമലൻ അയ്യുത്ഖിനഹു, അവനൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ അത് ഇത്ഖാനുമാണ്. അതിനെ കുറ്റമറ്റ രൂപത്തിൽ, പെർഫെക്റ്റ് ആയ രൂപത്തിൽ, പ്രൊഫഷണൽ ആയിട്ടുള്ള രൂപത്തിൽ ആ കാര്യം ചെയ്യണം. ഇതാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നത്. അതിന്റെ ഓരോ ഡീറ്റെയിലും ശ്രദ്ധിക്കണം. അതിൽ ഓരോന്നിലും ചെയ്യേണ്ടത് ചെയ്യണം. അതതിന്റെ പ്രൊപ്പോർഷൻ അനുസരിച്ച് ചെയ്യണം. അതിന് നല്ല വെടുപ്പിലും വൃത്തിയിലും അതിന്റെ നീറ്റായിട്ട് ഓർഡർലി ആ കാര്യങ്ങൾ കൃത്യമായിട്ട് ക്രമീകരിച്ചു വെക്കണം. ഇങ്ങനെയുള്ള ആ ഇത്ഖാൻ അള്ളാന്റെ സൃഷ്ടിപ്പിൽ അതുണ്ട്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് കമാലുള്ളവനാണ്. അതുകൊണ്ട് തന്നെ അവന്റെ കൃത്യങ്ങൾ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ ആ കമാലിന്റെ ഒരു ടച്ച്, ആ പൂർണ്ണതയുടെ പെർഫെക്ഷന്റെ ഒരു ടച്ച് അവന്റെ കൃത്യങ്ങളിലുണ്ട്, അവന്റെ അഫ്ആലുകളിലുണ്ട്. അതുമാത്രമല്ല, അള്ളാഹു അവന്റെ അടിയാറുകളിൽ നിന്ന് താല്പര്യപ്പെടുന്നതും അവരെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതുപോലെ ഇത്ഖാൻ വരുത്തണമെന്നാണ്. അപ്പൊ അവന്റെ സൃഷ്ടികളെ നിങ്ങൾ നോക്കുമ്പോൾ അതിൽ കാണുന്ന ഭംഗി, അതിൽ കാണുന്ന അന്യൂനത, അതിൽ കാണുന്ന ആ ഭദ്രത, ഇത്ഖാന്റെ മലയാളം പറയുകയാണെങ്കിൽ ഭദ്രത എന്ന് പറയും. വബദീഉ സുന്നത്തി, അവയുടെ നിർമ്മിതി എടുത്തു നോക്കുകയാണെങ്കിൽ അതൊരു വളരെ ഇന്നോവേറ്റീവ് ആയിരിക്കും. ബദിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് പറയുന്ന ഇന്നോവേറ്റീവ് എന്ന് പറയുന്ന ആ ആശയം യഥാർത്ഥത്തിൽ അത് ആ ആശയത്തെ സൂചിപ്പിക്കാൻ അറബിയിൽ ഉപയോഗിക്കുന്നത് ബദിയാണ്. ബിദ്അത്ത് നിങ്ങൾക്കറിയാം, ഒരേ വാക്കാണ് ബിദ്അത്ത്. ദീനിലില്ലാത്ത പുതിയൊരു കാര്യം ഉണ്ടാകുന്നതിനാണ് നമ്മൾ ബിദ്അത്ത് എന്ന് പറയുന്നത്, പുതിയ ഒന്ന്. ബദിഉ സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ അള്ളാഹു ഒരു മുൻമാതൃക അല്ലാതെ ഉണ്ടാക്കി. അതുകൊണ്ടാണ് ബദിയ എന്ന് പറയുന്നത്. ബദിഉ സുന്നത്തി, അള്ളാന്റെ ആ നിർമ്മിതി, അവൻ ചെയ്തു വെച്ചിട്ടുള്ള അവന്റെ ആ സുന്നത്ത്, അവന്റെ ആ ക്രാഫ്റ്റ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അത് ഒരു ഇന്നോവേറ്റീവാണ്. അത് വേറൊരാൾക്ക് കോപ്പി അടിച്ചതല്ല. അതിനത്രയും അസ്വാലത്തുണ്ട്, മൗലികത ഉണ്ട്.
അത് അത്രയും ഇന്നവേറ്റീവാണ്. അപ്പൊ അവന്റെ സുന്നത്തിലുള്ള അവൻ ചെയ്തു വെച്ച അവന്റെ ആ നിർമ്മിതിയിലുള്ള ആ ബദിയ, അതിന്റെ ആ കൗതുകം, അതിന്റെ ആ പുതുമ, അത് അത്രയും പുതുമുള്ളതാണ്, അത്രയും ഇന്നവേറ്റീവാണ്. ആ ഇന്നവേറ്റീവായിട്ടുള്ള ആ സൃഷ്ടിപ്പ് അത് നമ്മൾ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഹുസ്നാണെങ്കിലും ഇത്ഖാനാണെങ്കിലും ആ ബദിഉൽ സുന്നത്താണെങ്കിലും ബദിഉൽ ഖിൽഖത്തി, സുന്നത്ത് ഖിൽഖത്ത് അത് ഏറെക്കുറെ പര്യായങ്ങളാണ്. അവൻ സൃഷ്ടിച്ച ആ സൃഷ്ടിപ്പിലുള്ള അത് ബദിയാണ്. അത് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിലുണ്ട് ദലീലും. അതിന് നമ്മൾ കാണേണ്ടത്, അത് നമ്മൾ ഏതൊരു സൃഷ്ടിപ്പിനെടുത്ത് നോക്കിയാലും എന്തൊരു ഹുസ്നുണ്ട്, എന്തുമാത്രം ഇത്ഖാനോട് കൂടിയാണ്, എത്രമാത്രം ബദിയാണ് അള്ളാഹു ആ കാര്യങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്ന അതിന്റെ ആ ബദിഉൽ സുന്നത്തി വ ബദിഉൽ ഖിൽഖത്ത്. ഇതിനെ നമ്മൾ തെളിവാക്കേണ്ടത് അലാ അന്നല്ലാഹ അഹ്കമുൽ ഹാക്കിമീൻ, അള്ളാഹു അഹ്കമുൽ ഹാക്കിമീൻ, അവൻ ഹാക്കിമീങ്ങളിൽ അഹ്കമാണ്. അവന്റെ കഴിവ്, അവന്റെ അധികാരം, ഒരു കാര്യത്തെക്കുറിച്ചുള്ള അറിവും ഒരു കാര്യത്തിന്മേലുള്ള അധികാരവും അത് രണ്ടുകൂടി കൂടിയതാണ് ഈ പറയുന്ന അഹ്കമുൽ ഹാക്കിമീൻ എന്നൊക്കെ പറയുന്നിടത്തുള്ള ഹാക്കിം. ഒരാള് ഹാക്കിമാണെന്ന് പറയണമെങ്കിൽ അതിൽ പൂർണ്ണമായിട്ടുള്ള അധികാരം വേണം. വെറും അധികാരം, അതിന്മേൽ എനിക്ക് അധികാരം ഉണ്ട് എന്ന് മാത്രമല്ല, അതിന്റെ എല്ലാ തലവും എല്ലാ കാര്യവും സൂക്ഷ്മമായി അറിയാൻ വേണം. ഹിക്മത്തും ഇതിൽ നിന്നാണ് ഉണ്ടാകുന്നത്, ഹുക്കുമും അതിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഹിക്മത്തും ഹുക്കുമും തികഞ്ഞവനാരാണോ അവനാണ് ഹാക്കിം. ആ ഹാക്കിമീങ്ങളിൽ അഹ്കമാണ് അള്ളാഹു, അഹ്കമുൽ ഹാക്കിമീനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. ഇത്രയും ഈ സുന്നത്തിലുള്ള ബദിഅ അല്ലെങ്കിൽ ബദിഉൽ ഖിൽഖത്തിൽ അത്രയും ബദിഅ വരുത്തിയത്, അതുപോലെ തന്നെ ഓരോന്നിന്റെയും സൃഷ്ടിപ്പിലുള്ള ഇഹ്സാൻ, ഓരോന്നിന്റെയും സൃഷ്ടിപ്പിലുള്ള ഇത്ഖാൻ, ഇതെല്ലാം വരുത്താൻ പറ്റിയത് എന്തുകൊണ്ടാണ്? അത് ചെയ്തിട്ടുള്ള ഈ സൃഷ്ടിപ്പ് ഈ വിധത്തിൽ സംവിധാനിച്ചു വെച്ചവൻ അഹ്കമുൽ ഹാക്കിമീൻ. അവൻ അതിന്മേൽ പൂർണ്ണ അധികാരമുള്ളവനും അതിന്മേൽ പൂർണ്ണമായ അറിവുള്ളവനുമാണ്. അപ്പൊ അതിനെ ഏത് രൂപത്തിലേക്ക് വേണമെങ്കിലും മാറ്റാനും തിരുത്താനും അതിനെ രൂപപ്പെടുത്താനും അതിനെ സംവിധാനിക്കാനും അതിനെ ക്രമീകരിക്കാനും അവന് പറ്റും. ഈ അഹ്കമുൽ ഹാക്കിമീൻ എന്നുള്ളത് ഖുർആനിൽ വന്നത് സൂറത്തു തീനിൽ നിങ്ങൾ എടുത്തു നോക്കി, അതിന്റെ കറക്റ്റ് പൊസിഷനിലാണ് ആ വാക്കത് ഉപയോഗിച്ചത്. തീൻ വസ്സൈത്തൂൻ വതൂരി സീനീൻ വഹാദൽ ബലദിൽ അമീൻ ലഖദ് ഖലഖ്നൽ ഇൻസാന ഫി അഹ്സനി തഖ്വീം. മനുഷ്യന്റെ സൃഷ്ടിപ്പ് പറഞ്ഞു, അഹ്സനു തഖ്വീമിൽ സൃഷ്ടിച്ചു. ഥുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ. എന്നാൽ ഈ മനുഷ്യൻ തന്നെ കെട്ടാൽ അസ്ഫലു സാഫിലീൻ ആകാവുന്ന വിധത്തിലാണ് അല്ലാഹു സംവിധാനിച്ചു വെച്ചത്. എന്നിട്ട് അതിന് പറഞ്ഞു വന്നിട്ടാണ് അലൈസല്ലാഹു ബി അഹ്കമിൽ ഹാക്കിമീൻ, ആ സൃഷ്ടിപ്പിലുള്ള. അപ്പോ മനുഷ്യന്റെ അസ്തിത്വം എന്ന് പറയുന്നത് അവന്റെ ശരീരമാകട്ടെ, അവന്റെ ആത്മാവാകട്ടെ, അവന്റെ അസ്തിത്വവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റു തലങ്ങളാകട്ടെ, ഇതെല്ലാം കൂടെ അത് പൂർണ്ണ രൂപത്തിൽ നല്ല നിലക്ക് അവൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു നടക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഇത്രയും മനോഹരമായ ഇത്രയും കഴിവുകളുള്ള വേറൊരു അസ്തിത്വം വേറല്ല. ഇതിന് അള്ളാഹ് കൊടുത്തിട്ടുള്ള, അതിൽ അള്ളാഹ് ഒരുക്കി വെച്ചിട്ടുള്ള ഈ കഴിവുകളെ ദുരുപയോഗം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അസ്ഫല സാഫിലീൻ, സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ, അത് ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിലേക്ക് അവൻ പോകുന്നു. ഇങ്ങനെ ഒരേ രൂപത്തിൽ അതിനുള്ള എല്ലാം അതിലുണ്ട്. വേണമെങ്കിൽ നന്നാകാം, മാക്സിമം നന്നാകാം, അല്ലെങ്കിൽ മോശമാകാം, മാക്സിമം മോശമാകാം. ഇങ്ങനെ ഈ രൂപത്തിൽ അതിനെ സംവിധാനിച്ചു വെച്ച അള്ളാഹ്, അവനല്ലേ അഹ്കമുൽ ഹാക്കിമീൻ, അവനല്ലേ സൃഷ്ടിപ്പിൽ ഈ ഹിക്മത്തും ഈ ഹുക്കുമും ശരിക്ക് വരുത്തി തീർത്തിട്ടുള്ളവൻ. അപ്പൊ ഇതെല്ലാം തന്നെ ഇഹ്സാൻ, ഇത്ഖാൻ, ബദിഉസ് സുൻഅ, ബദിഉൽ ഖിൽഖ, അത് അവന്റെ സൃഷ്ടികളിൽ അവന്റെ ആയാത്തുകളിൽ നമ്മൾ കാണുമ്പോൾ അതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദലീലുൻ അലാ അന്ന ഖാലിഖഹു അഹ്കമുൽ ഹാക്കിമീൻ. അവയെ സൃഷ്ടിച്ചവനാരോ അവൻ അഹ്കമുൽ ഹാക്കിമീൻ. വഅന്നഹു ബികുല്ലി ഷൈഇൻ അലീം, അവൻ എല്ലാ കാര്യത്തെക്കുറിച്ചും സൂക്ഷ്മമായി അറിയുന്നവനാണ്. ഇനി അതുപോലെ തന്നെ അതിലുള്ള മറ്റു കാര്യങ്ങൾ എടുക്കാം. വമാ ഫീഹ മിനൽ മനാഫിഅ്, വമാ ഫീഹ, ഈ സൃഷ്ടികളിൽ
അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ അവയിലുള്ള മിനൽ മനാഫിഅ്, അതിൽ നിന്ന് കിട്ടുന്ന ഉപകാരങ്ങൾ, അംഫഅത്ത് മനാഫിഅ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന പ്രയോജനങ്ങൾ, ഉപകാരങ്ങൾ, വൽ മസാലിഹ്, നമുക്ക് കിട്ടുന്ന മസ്ലഹത്തുകൾ, നമ്മുടെ ഉത്തമ താല്പര്യങ്ങൾക്ക് വേണ്ടി അവയെ നമ്മൾ ഉപയോഗിക്കുന്നു, ആ മസാലിഹുകളുണ്ട്. അതിലിൽ ഇബാദ്, അവന്റെ സൃഷ്ടികൾക്ക്, മനുഷ്യരാകട്ടെ മറ്റു ജന്തുജാതികളാകട്ടെ, അവർക്ക് കിട്ടുന്ന മനാഫിഅകൾ എന്താണ്, അവർക്ക് കിട്ടുന്ന മസാലിഹുകൾ. ഒരു ഈത്തപ്പന എടുക്കുകയാണെങ്കിൽ അതിന്റെ എല്ലാ പാർട്ടും മനുഷ്യന് ഉപകരിക്കും, അതിന്റെ എല്ലാ പാർട്ടും മൃഗങ്ങൾക്ക് ഉപകരിക്കും. അത് ആ മരം അത് നശിച്ചു പോയാലും മരം പോയാലും പിന്നെയും അത് നിലനിൽക്കും. മരം നിലനിൽക്കുമ്പോ അതൊരു മരമായിട്ട് ഭൂമിയിൽ ഇങ്ങനെ ഉയർന്നു നിൽക്കുമ്പോ അപ്പോഴതിന് ഉപകാരമുണ്ട്. അത് വീണുപോയാൽ അതുകൊണ്ട് ഉപകാരമുണ്ട്. അതിൽ നിന്ന് നമ്മൾ വെട്ടിമാറ്റിയാൽ ആ ഭാഗം കൊണ്ട് ഉപകാരമുണ്ട്. അത് കാഴ്ച വസ്തു അതുകൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്. അതിന്റെ പട്ട അതുകൊണ്ട് ഉപകാരമുണ്ട്. അതിന്റെ തടി അതുകൊണ്ട് ഉപകാരമുണ്ട്. എല്ലാം ഉപകാരമുള്ളതാണ്. അത് മനുഷ്യന് എന്നതുപോലെ തന്നെ മനുഷ്യനല്ലാത്ത മറ്റു ജന്തുജാതികൾക്കും അതുകൊണ്ട് ഉപകാരമുണ്ട്. അത് ഒരു മുഅ്മിനെ പറ്റി പറയുമ്പോ അങ്ങനെ പറയാം. ഒരു മുഅ്മിൻ, അവന്റെ മുഅ്മിന്റെ ഉപമ ഏതാണ്? അപ്പൊ അതിനെ ഉപമിച്ചത് ഒരു ഈത്തപ്പനോടാണ് റസൂലുള്ളാഹി ഉപമിച്ചത്. ഈത്തപ്പനന്റെ എല്ലാം അത് ഉപകാരമുള്ളതാണ്. ഉപകാരമില്ലാതെ ഒഴിവാക്കാവുന്ന ഒന്നേലില്ല. അതുപോലെ ആയിരിക്കും ഒരു മുഅ്മിൻ. ആ മുഅ്മിനിൽ ഒഴിവാക്കാനൊന്നില്ല, തള്ള് എന്ന് പറയാനൊന്ന് അവനിൽ ഉണ്ടാവില്ല. മുഴുവനും ഉപകാരമായിരിക്കും അവൻ. അപ്പൊ ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൃഷ്ടികളിൽ അവരുണ്ടാക്കി വെച്ചിരിക്കുന്ന മസാലിഹുകൾ, മനുഷ്യർക്ക് ഇബാദുകൾക്ക് ഒരുക്കി വെച്ചിട്ടുള്ള മസാലിഹുകൾ, മനാഫിഅകൾ, അത് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ ദലീലുൻ അലാ റഹ്മത്തില്ലാഹ്, അതേതിനുള്ള തെളിവാണ്? ഇത് സംവിധാനിച്ചു വെച്ച റബ്ബ്, ഇത് സംവിധാനിച്ച ഖാലിഖ്, അവൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ റഹീമാണ്, അവൻ റഹ്മാനാണ്, അവൻ റഹീമാണ്. അവൻ അത്യധികം റഹ്മത്തുള്ളവനാണ്. ആ റഹ്മത്ത് അവന്റെ അടിയാറുകൾക്ക് ഇഷ്ടം പോലെ കൊടുക്കുന്നവനുമാണ്. അങ്ങനെ അവന്റെ റഹ്മത്തിനുള്ള തെളിവാണത്. അവന്റെ റഹ്മത്ത് എന്ന് പറഞ്ഞാൽ അല്ലത്തി വസിഅത് കുല്ല ഷൈഇൻ, അല്ലത്തി വസിഅത് കുല്ല ഷൈഇൻ, അവന്റെ റഹ്മത്ത് എല്ലാറ്റിനെയും ചൂഴ്ന്നു നിൽക്കുന്നു, എല്ലാറ്റിനെയും വിശാലമായിരിക്കുന്നു, അഥവാ എല്ലാറ്റിനെയും ചൂഴ്ന്നു നിൽക്കുന്നു. അത് മനുഷ്യർക്ക് മാത്രമാണോ? അല്ല. മൃഗങ്ങൾക്ക് മാത്രമാണോ? അല്ല. ഇവിടുത്തെ സസ്യലോകത്തിനില്ലേ? ഉണ്ട്. ജന്തുലോകങ്ങൾക്കുണ്ട്, സസ്യലോകങ്ങൾക്കുണ്ട്. അതല്ലാത്ത മറ്റ് ജന്തുലോകമെന്നോ സസ്യലോകമെന്നോ ഒന്നും പറയാത്ത ഇവിടുത്തെ ഈ ചരാചരങ്ങൾക്കില്ലേ? ഉണ്ട്. എല്ലാവർക്കും അള്ളാന്റെ റഹ്മത്തുണ്ട്. അവന്റെ റഹ്മത്ത് എല്ലാറ്റിനെയും ചൂഴ്ന്നു നിൽക്കുന്നു. അത്ര വിശാലമായ റഹ്മത്തുള്ള ഒരു റബ്ബാണല്ലോ, ഒരു ഖാലിഖാണല്ലോ ഇത് സൃഷ്ടിച്ചത് എന്നത് മനസ്സിലാക്കാനാണ് ഇത് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോ അവന്റെ ആയാത്തുകളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ, ആ ആയാത്തുകളെ നമ്മൾ നോക്കുമ്പോൾ അവയുടെ ഒരു വശം നമ്മൾ കാണുന്നു. എന്താണ്? അവയിലുള്ളതായ മിനൽ മനാഫിഇ വൽ മസാലിഹി ലിൽ ഇബാദ് വൽ ബിലാദ്, മനുഷ്യർക്കും അതുപോലെ തന്നെ മറ്റു ജന്തുജാതികൾക്കും അതുപോലെ തന്നെ നാടിനും ഒക്കെ അവയിൽ നിന്ന് കിട്ടുന്ന മനാഫി എന്താണ്, മസാലിഹ് എന്താണ് എന്ന് നമ്മൾക്ക് ബോധ്യമാകുമ്പോൾ അതിനെ നമ്മൾ ഒരു ദലീലായിട്ട് കാണണം. അതിന് നമ്മൾ ഒരു വ്യക്തമായ തെളിവായിട്ട് നമ്മൾ അതിനെ കാണണം. ഇത് സൃഷ്ടിച്ച അല്ലാഹു, അവൻ റഹ്മാനുൻ റഹീമുൻ, അവൻ റഹ്മാനാണ്, അവൻ റഹീമാണ്. അവൻ എല്ലാ റഹ്മത്തിന്റെയും ഉടമയാണ്. അവൻ ആ റഹ്മത്ത് അവന്റെ സൃഷ്ടികൾക്ക് കൊടുക്കുന്നവനാണ്. അവന്റെ റഹ്മത്തിന്റെ വ്യാപ്തി എന്ന് പറഞ്ഞാൽ വസിഅത്ത് കുല്ല ഷൈ, അത് സർവ്വതിനെയും ചൂഴ്ന്നു നിൽക്കുന്നു. അതുപോലെ തന്നെ അതിനെ നമ്മൾ ദലീലാക്കണം. ദലീലുൻ അലാ റഹ്മത്തില്ലാഹ് വജൂദിഹി, ആ വജൂദിഹി, ആ അത്ഫ് അങ്ങട്ടാണ്, മനസ്സിലാക്കണം, ഇല്ലെങ്കിൽ അർത്ഥം കിട്ടൂല. വജൂദിഹി അലാ റഹ്മത്തി വജൂദിഹി, അള്ളാന്റെ റഹ്മത്തിന്മേലുള്ള ദലീലാണ്. അതുപോലെ തന്നെ അള്ളാന്റെ ഔദാര്യത്തിനുള്ള, ജൂദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഔദാര്യാണ്. അവന്റെ ജൂദ്, റഹ്മത്തിനെ കുറിച്ച് പറഞ്ഞപ്പോ പറഞ്ഞു വസിഅത്ത് കുല്ല ഷൈ. അവന്റെ ജൂദിനെ കുറിച്ച് പറയുമ്പോൾ പറയുന്നു അല്ലദി അമ്മ കുല്ല ഹയ്യിൻ, അല്ലദി അമ്മ കുല്ല ഹയ്യിൻ, ജീവൻ തുടിക്കുന്ന ഏതിനും അത് കിട്ടിയിട്ടുണ്ട്. ആമാണ്, എല്ലാറ്റിനും വ്യാപകമായി കിട്ടിയിട്ടുള്ള ഒന്നാണ്. അവന്റെ ജൂദ് എന്ന് പറഞ്ഞാൽ അമീം, ആമാണ്, എല്ലാവർക്കും ലഭിച്ചിട്ടുള്ളതാണ്. ഈ എല്ലാവരും എന്ന് പറഞ്ഞാൽ ആരാണ്? കുൽ അമ്മ കുല്ല ഹയ്യിൻ,
അമ്മ എന്നുള്ളത് ഫിഅലാണ് കേട്ടോ, ഫിഅലുൻ മാദിൻ, അമ്മ യഉമ്മു, അത് വ്യാപകമായി ലഭിച്ചിട്ടുണ്ട്. അമ്മന്റെ ഫാഇൽ ആരായിരിക്കും? അത് അമ്മായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ജൂദിലേക്ക് മടങ്ങുന്ന ലമീറായിരിക്കും. ഫാഇലുഹു മുസ്തത്തിർ തഖ്ദീറുഹു ഹുവ യഊദു ഇലൽ ജൂദ്. അമ്മ, ആ ജൂദ്, അമ്മ ജൂദുഹു എന്നർത്ഥം. അവന്റെ ജൂദ് ആമ്മാണ്, വ്യാപകമായി കിട്ടിയിട്ടുണ്ട്. അത് ആർക്കൊക്കെ? കുല്ല ഹയ്യിൻ, ഹയ്യായ എല്ലാറ്റിനും കിട്ടിയിട്ടുണ്ട്. അവന്റെ റഹ്മത്ത്, അത് റഹ്മത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ വസിഅത്, അവിടെ ഇസ്മുൽ മൗസൂൽ എടുത്ത് കണ്ടോ? റഹ്മത്ത് വന്നപ്പോ അല്ലത്തി എടുത്തു. ജൂദ് മുദക്കറായതുകൊണ്ട് അതിന് ഇസ്മുൽ മൗസൂൽ എടുത്തപ്പോ അല്ലതി എന്നായി. റഹ്മത്തായതുകൊണ്ട് വസിഅത്ത് എന്ന് പറഞ്ഞു. ജൂദായപ്പോ അമ്മ മതി, അമ്മത്തിന്റെ ആവശ്യമല്ല. കുല്ല ഹയ്യിൻ, ജീവനുള്ള എല്ലാറ്റിനും അത് വ്യാപകമായി കിട്ടിയിട്ടുണ്ട്. അതോടുകൂടി അത് തീർന്നു. വമാ ഫീഹ, ഇനി അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ആയാത്തുകൾ, മിനൽ ആയാത്തിൽ കൗനിയ വൽ ആയാത്തിൽ ഉഫുഖിയ, അള്ളാഹിന്റെ ഉഫുഖിൽ അള്ളാഹു സ്ഥാപിച്ചു വെച്ചിട്ടുള്ള അവന്റെ പ്രാപഞ്ചികമായ ദൃഷ്ടാന്തങ്ങൾ, ആ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് നമ്മൾ നോക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ, അത് ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകും, നമ്മൾ നമ്മുടെ കണ്ണൊന്ന് തുറന്നാൽ മതി, നമ്മുടെ ചെവിയൊന്ന് തുറന്നാൽ മതി, നമ്മുടെ മനസ്സൊന്ന് തുറന്നാൽ മതി. അപ്പൊ സ്വാഭാവികമായും ഈ ആയാത്തുകൾ കാണുമ്പോൾ അവയുടെ ഹുസ്നും ഇത്തിഖാനും ബദിയുൽ സുന്നത്തും ബദിയുൽ ഖിൽഖത്തും നമ്മൾ കാണുന്നു. അവയുടെ മനാഫികളും അവയുടെ മസാലിഹകളും നമ്മൾ കാണുന്നു. അതുപോലെ തന്നെ അവയിലുള്ള ഏതാണ് നമ്മൾ കാണുന്നത്? അവയിലുള്ള മിൻ അഅ്ളമിൽ ഖിൽഖത്തി വ ബദിഉൻ നിളാം, അവയുടെ സൃഷ്ടിപ്പിന്റെ ആ വലിപ്പെടുത്തു നോക്കാം. വമാഫിഹ, അവയിലുള്ള മിൻ അഅ്ളമിൽ ഖിൽഖത്തി. ഉളുമ് രണ്ട് രൂപത്തിൽ വായിക്കാൻ പറ്റും. അധികം വായിക്കല് അഅ്ളമാണ്. ആ ഗ്രാൻഡ്നെസ്, അതിന്റെ ആ വലിപ്പം, അവന്റെ ഓരോ സൃഷ്ടിപ്പ്. ആകാശം എന്ന് പറഞ്ഞാൽ ആകാശത്തിന്റെ വലിപ്പം എത്രേ നമുക്ക് കണക്കാക്കാൻ കഴിയും? നമ്മളിങ്ങനെ പറയും ആ നക്ഷത്ര സമൂഹം, ഈ നക്ഷത്ര സമൂഹം, അവയുടെ വലിപ്പത്രയാണ്, അതിന്റെ ഒരു അറ്റത്ത് നിന്ന് ഇന്ന അറ്റത്തേക്ക് ഇത്ര പ്രകാശവർഷം എന്നൊക്കെ നമ്മൾ പറയും. അതൊക്കെ പറയുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു കണക്ക് നമുക്ക് പറയല്ലാണ്ട് എന്താണ് അതിന്റെ ശരിയായ അവസ്ഥ എന്നത് നമ്മുടെ ഒരു ഭാവനയിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയില്ല. കാരണം മനുഷ്യന് ഒരു കാര്യത്തെ ഭാവനയിൽ കൊണ്ടുവരണമെങ്കിൽ അവന്റെ ഭാവനയുടെ ക്യാൻവാസിന് ലിമിറ്റ് ഉണ്ട്. അതിന്റെ അപ്പുറം പോയാൽ പിന്നെ ഒന്നും മനസ്സിലാകാതെ അങ്ങനെ നിൽക്കും. അപ്പൊ നമ്മുടെ ഒരു ഭാവനയിൽ പോലും, നമ്മുടെ തസവ്വുറിൽ പോലും, നമ്മുടെ ഖയാലിൽ പോലും നമുക്ക് കൊണ്ടുവരാൻ പറ്റാത്ത അത്രയും വലുത്, അത്രയും ബൃഹത്തായ, അത്രയും വലിയ സൃഷ്ടികളാണ് അള്ളാഹു സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത്. വമാ ഫീഹാ മിൻ അഅ്ളമിൽ ഖിൽഖ, അവയിലുള്ള സൃഷ്ടിപ്പിന്റെ ആ വലിപ്പം. അതുപോലെ തന്നെ ബദീഉൻ നിളാം, അവയിലുള്ള അത് സിസ്റ്റമാണ്, നിളാം വ്യവസ്ഥകളാണ്, അത് വ്യവസ്ഥകളാണ്. ഇപ്പൊ നക്ഷത്രങ്ങൾ നിങ്ങൾ എടുത്തു നോക്കി, നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഓരോന്നും ഓരോ സിസ്റ്റമാണ്. സൗരയൂഥം, സൂര്യനും അതുപോലെ തന്നെ സൂര്യനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റ് ഗ്രഹങ്ങളും കൂട്ടിയിട്ട് നമ്മൾ സൗരയൂഥം. അപ്പൊ അതൊന്നല്ല, അത് കുറെ എണ്ണുണ്ട്. അവക്കിടയിൽ ഒരു സിസ്റ്റം നിലനിൽക്കുന്നുണ്ട്. ഈ ഏറ്റവും ചെറിയ പദാർത്ഥത്തിന്റെ ഏറ്റവും മൗലിക കണമായിട്ടുള്ള ആറ്റം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ, ആറ്റം അതൊരു സിസ്റ്റം അനുസരിച്ചിട്ടാണ് അത് നിലകൊള്ളുന്നത്, അത് പ്രവർത്തിക്കുന്നത്. അതിന് ഇന്ന കണം വേണം, അതിന് ഇന്ന കണം വേണം, അതിന് ഇന്ന കണം വേണം, അത് ഇന്നോടത്തേക്ക് നീങ്ങണം, അത് ഇന്ന മാതിരിയാവണം, ഇത്ര എണ്ണമായിരിക്കണം. അതിന് പുറമെ തന്നെ ആ കണങ്ങൾക്ക് പുറമെ അവയുടെ സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ് അത് വേറെ വേണം. അങ്ങനെ ഏത് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിലും, ഏത് ചെറുതെടുത്ത് നോക്കുകയാണെങ്കിലും, ഏത് വലുതിലേക്ക് എടുത്തു നോക്കുകയാണെങ്കിലും, അത് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ അത് സംവിധാനിച്ചിരിക്കുന്നത് പ്രത്യേകമായ ഒരു സിസ്റ്റത്തിലൂടെയാണ്. ആ സിസ്റ്റത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ, അതെന്ന് പറഞ്ഞാൽ വളരെ ഇന്നോവേറ്റീവായിട്ടുള്ള, വളരെ പുതുമ തോന്നുന്ന, ഒരേ സംഘത്തിന്റെ ആവർത്തനമൊന്നുമല്ല, ഒന്നിലുള്ളത് അല്ല വേറൊന്നിലുള്ളത്, ഒരു സംവിധാനമല്ല മറ്റൊരിടത്തുള്ള സംവിധാനം, ഒന്നിൽ നിന്ന് വ്യത്യസ്തമാണ്, ഒക്കെ പുതുമയുള്ളതാണ്. അതാണ് ബിദ്അത്താണ്, ഒക്കെ പുതുമയുള്ളതാണ്, ഒക്കെ ഇന്നോവേറ്റീവാണ്. ഇന്നോവേറ്റീവായിട്ടുള്ള ഈ സംവിധാനങ്ങൾ കണ്ടാൽ അത് നമ്മൾ തെളിവായിട്ട് നമുക്ക് കിട്ടണം. അല അന്നല്ലാഹ തആല ഹുവൽ വാഹിദുൽ അഹദൽ ഫർദുസ് സമദ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല ഹുവൽ വാഹിദ്, അവൻ ഏകനാണ്. അൽ അഹദ്, അവൻ ഒരുവനാണ്, അവൻ ഏകനാണ്. വാഹിദ് ഒരുവൻ, അഹദ് ഏകൻ. അൽ ഫർദ്, അവൻ തനിച്ചായവനാണ്. അസ്സമദ്, അവൻ സമദാണ്. നമ്മൾ ഓരോരോ വാക്കും അങ്ങനെ വിശദീകരിക്കാൻ നിന്നാൽ ഒരു വാക്കിന് നമ്മൾ ഒരു ദിവസം വേണ്ടി വരും. അങ്ങനത്തെ വാക്കുകളാണ്. അല്ലാഹ് വാഹിദാണ്, അൽ വാഹിദ്. അവൻ അൽ അഹദ്, അൽ ഫർദ്, അസ്സമദ്. എല്ലാം കൊണ്ട് വന്നാൽ അവൻ സമദാണ്. സമദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് അവന്റെ ഏകത്വം, അതാണ് അവന്റെ വലിപ്പം. അവന്റെ വലിപ്പമാണ് അവന്റെ ഏകത്വം, അവന്റെ ഏകത്വമാണ് അവന്റെ വലിപ്പം. അള്ളാന്റെ വഹദാനിയത്ത് എന്ന് പറയുന്നത് ഏതിലാണ്? അവന്റെ വലിപ്പത്തിലാണ്. വേറെ ആരും ആ വലിപ്പത്തിലില്ല എന്നതാണ് അവനെ ഏകനാക്കി തീർക്കുന്നത്. അപ്പൊ അള്ളാന്റെ ഏകത്വം എന്ന് പറയുന്നത് അവന്റെ വലിപ്പത്തിലാണ്. അവന്റെ വലിപ്പം എന്ന് പറയുന്നത് അവന്റെ ഏകത്വമാണ്. ഏതിലാണ് അള്ളാഹു ഏകനായത്? അവൻ വലിയവനാണ് എന്നുള്ളതിലാണ്. വേറെ ആരും എത്താത്ത വലിപ്പം അവനാണ്. അത് വേറെ ആർക്കുമില്ല. അത്രയും വലിയവനാണ് അവൻ. വലിയവൻ എന്ന് പറയുമ്പോ അത് എല്ലാ തരത്തിലും വലിയവനാണ്. അത് എല്ലാ തലത്തിലും നമുക്കതിനെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കാനും അല്ലെങ്കിൽ നമ്മുടെ ഭാവനയിൽ കൊള്ളിക്കാനും ഒക്കെ ഒരുപാട് പരിമിതികളുണ്ട്. പക്ഷെ നമ്മൾ പറയാം, അവൻ എല്ലാ തലത്തിലും അവൻ ഏകനാണ്. എല്ലാ തലത്തിലും അവൻ വലിയവനാണ്. അതുകൊണ്ട് തന്നെ അവന്റെ ആ വലിപ്പം നമുക്ക് മനസ്സിലാകണമെങ്കിൽ സമദ് എന്ന് പറയണം. സമദിൽ അവന്റെ ആ വലിപ്പവും അവന്റെ ഏകത്വം. അവന്റെ വലിപ്പമാണ് അവന്റെ ഏകത്വം, അവന്റെ ഏകത്വമാണ് അവന്റെ വലിപ്പം. അത് മലയാളത്തിൽ ഇങ്ങനെ പറയും. പക്ഷെ പറഞ്ഞാലും അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ആശയം എന്ത് നിങ്ങൾക്ക് തസൂറായി വരാൻ കുറച്ച് സമയമെടുക്കും. നല്ലോണം നിങ്ങൾ ഒഴിഞ്ഞിരിക്കുമ്പോൾ ആലോചിച്ച് നോക്കി ഈ പറയുന്ന വാക്കൊന്ന് എടുത്തു നോക്കിയാൽ മതി. അള്ളാന്റെ അൽ വാഹിദ്, അൽ അഹദ്, അൽ ഫർദ്. അള്ളാന്റെ ഈ പറഞ്ഞിട്ടുള്ള അവൻ ഒരുവനാണ്, അവൻ ഏകനാണ്, അവൻ തനിച്ചായവനാണ് എന്ന് പറയുന്ന അവന്റെ ഏകത്വം ഏതിനാ കുടിക്കൊള്ളുന്നത്? അവന്റെ വലിപ്പത്തിലാണ്. ആ വലിപ്പം വേറെ ആർക്കും ഇല്ലാത്തത് കൊണ്ട് അവൻ ഏകനാകുന്നു. അവന്റെ ഏകത്വം എന്ന് പറയുന്നത് അവന്റെ വലിപ്പത്തിലാണ്. അല്ലാഹു അക്ബർ. അവന്റെ വലിപ്പം എന്ന് പറയുന്നത് എന്താണ്? അവന്റെ വലിപ്പത്തിന്റെ തലം എന്താണ്? അവന്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ ഏകത്വമാണ്. വേറെ ആരും എത്തൂല എന്നുള്ള ഏകത്വമാണ്. ആ വലിപ്പം, അവന്റെ വലിപ്പത്തെ നമ്മൾ മാർക്ക് ചെയ്യുന്നത്, അവന്റെ വലിപ്പത്തെ അടയാളപ്പെടുത്തുന്നത് ഏകത്വത്തിലാണ്. അല്ലാഹു അക്ബർ. നമ്മളെപ്പോഴും അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന തൗഹീദിന്റെ എല്ലാ വശങ്ങളെയും ഇങ്ങനെ നമ്മളിങ്ങോട്ട് കൂട്ടിയിട്ട് അവസാന ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അല്ലാഹു അക്ബറിലാണ് നിൽക്കുക. അല്ലാഹു അക്ബർ എന്നുള്ളത് വേണ്ട പോലെ നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അത് വേണ്ടതുപോലെ നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഭയങ്കര അത്ഭുതമുള്ളൊരു കാര്യമാണ്. അല്ലാഹ് വാഹിദ്, അൽ അഹദ്, അൽ ഫർദ്, അസ്സമദ് എന്ന് പറഞ്ഞാൽ അവന്റെ ആ വഹദാനിയത്ത് ഏതിലാണ്? അവന്റെ വലിപ്പത്തിലാണ്. അവൻ വലിയവനാണ് എന്ന് പറഞ്ഞാൽ ആ വലിപ്പത്തെ അടയാളപ്പെടുത്തുന്നത് എന്തിലാണ്? അവന്റെ ഏകത്വത്തിലാണ്. വേറെ ആർക്കും ഇതിലേക്ക് എത്താൻ പറ്റാത്തതാണ്. അപ്പൊ ആ വലിപ്പവും ഏകത്വവും തമ്മിൽ അങ്ങനെ ഒരു ബന്ധമുണ്ട്. അത് നമുക്കത് അനുഭവപ്പെടുന്നത് എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവൻ സ്വമതാണ്. എന്ന് വെച്ചാൽ മുഴുവൻ സൃഷ്ടികളും സദാസമയവും അവനെ ആശ്രയിച്ചു കൊണ്ടേ നിൽക്കണം. അവനെ ആശ്രയിക്കാതെ ഒരു അര നിമിഷം പോലും ഒരു സൃഷ്ടിക്ക് പോലും നിലനിൽക്കാൻ കഴിയില്ല. അപ്പൊ അവന്റെ വലിപ്പം എത്രത്തോളമാണ്, അവന്റെ ആ മഹത്വം, ആ വലിപ്പം, ആ മാനവിയായിട്ടുള്ള വലിപ്പം എന്ന് പറയുന്ന മഹത്വം എന്ന് പറയുന്ന വലിപ്പത്തിന് മഹത്വം എന്ന് പറയുന്ന ഒരു തലമുണ്ടല്ലോ. ആ മഹത്വം നിങ്ങളൊന്ന് എടുത്തു നോക്കൂ. അവന്റെ വലിപ്പത്തിന്റെ മഹത്വം എന്ന് പറയുന്ന ആ തലം എടുത്തു നോക്കുമ്പോ
മുഴുവൻ സൃഷ്ടികളും സദാ അവനെ ആശ്രയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു നേരം അള്ളാഹുമായിട്ടുള്ള ആശ്രയത്തിന്റെ കണ്ണിയറ്റാൽ അവനില്ല, കഴിഞ്ഞു. അപ്പൊ അവന്റെ മഹത്വം എത്രയാണ്. എന്നാൽ ഈ അള്ളാഹു, ഇവരൊക്കെ അള്ളാഹിനെ ആശ്രയിക്കുന്നു എന്നല്ലാതെ അവന് ഏതെങ്കിലും ഒരു കാര്യത്തിൽ, ഏതെങ്കിലും ഒരു ചെറിയ അളവിൽ, ഒരു ചെറിയ സമയത്ത് ആശ്രയിക്കുന്നുണ്ടോ? അവൻ ആരെയും ഒന്നിനെയും ഒരു കാലത്ത് ഒരു വിഷയത്തിൽ ഒന്നിനൊട്ടുമേ ആശ്രയിക്കാത്തവനാണ്, പൂർണ്ണ നിരാശ്രയനുമാണ്. ഒരു ഭാഗം ഇങ്ങനെ, ഒരു ഭാഗം ഇങ്ങനെ. അതുകൊണ്ട് തന്നെ ലാ ജൗഫലഹു, അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ലാ ജൗഫലഹു, ജൗഫില്ലാത്തവനാണ്. ലാ ജൗഫലഹു. അതുകൊണ്ട് തന്നെ ലാ ജൗഫലഹു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു മറ്റുള്ളതുമായിട്ട് കൂടിക്കലരുന്ന ഒരു പ്രശ്നം തന്നെയല്ല. വേറുള്ളതുമായിട്ട് കൂടിക്കലരണമെങ്കിൽ, മറ്റുള്ളതുമായി കൂടിക്കലരണമെങ്കിൽ അവന്റെ അടുക്കലുള്ളത് മറ്റുള്ളവരിലേക്ക് പോകണമെങ്കിൽ, മറ്റുള്ളവരുടേതുള്ളത് അവനിലേക്ക് വരണമെങ്കിൽ, സൃഷ്ടികളിൽ കാണുന്ന ഈ ഉയൂബുകളും നഖായിസുകളും ചേർന്നിട്ടുള്ള ഈ ഗുണങ്ങൾ അവനിലേക്ക് ചേരണമെങ്കിൽ അവന് അജുവഫല്ലാതിരിക്കണം. അല്ല, അവൻ അജുവഫാകണം. പക്ഷെ ഇത് അജുവഫല്ല, അവനും ലാ ജൗഫലഹു. അതുകൊണ്ട് ഒരു ഇന്ററാക്ഷൻ ഇല്ല ഇതിൽ. എന്നാൽ അവന് മാത്രമുള്ള അവന്റേതായ ഗുണഗണങ്ങൾ അത് അവനിലേ നിൽക്കുള്ളൂ. അവനിൽ നിന്ന് വേറെ ആരിലേക്കെങ്കിലും അത് ചോർന്നു പോകുക, വേറുള്ളവരിലേക്ക് അത് എത്തിക്കിട്ടുമോ? അത് കിട്ടൂല. കാരണം ലാ ജൗഫലഹു. അവന്റെ ഗുണഗണങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യൂല. അത് ലാ ജൗഫലഹു. അതുകൊണ്ട് എന്താന്ന് ചോദിച്ചാൽ അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവൻ പറഞ്ഞാൽ ലം യത്തഖിദ് സ്വാഹിബതൻ വലാ വലദൻ. അവനൊരു കുട്ടി ഉണ്ടെങ്കിൽ പിന്നെ ലാ ജൗഫലഹു എന്ന് പറയാൻ കഴിയില്ല. ജൗഫുള്ളവനായി അവന്റേതായ ഗുണങ്ങൾ ഈ കുട്ടിയിലേക്കും കൂടി നീളും. അവനൊരു ഭാര്യയെ സ്വീകരിച്ചു എന്ന് പറയുകയാണെങ്കിൽ അവൻ ഇന്ററാക്ട് ചെയ്തു എന്ന് വരും. അങ്ങനെ ഒരു ഇന്ററാക്ഷൻ ഇല്ല. അപ്പൊ അവൻ തീർത്തും അവന്റെ കാര്യങ്ങളിൽ അവൻ ഏകനാണ്, അവൻ തനിച്ചാണ്, അവൻ ലാ ജൗഫലഹു, ജൗഫില്ലാത്തവനാണ്. അവൻ മസ്മൂദു ഫിൽ ഹബായിജ്, എല്ലാവരും സദാ അവനെ ആശ്രയിക്കുന്നവനാണ്. അവൻ എന്ന് പറഞ്ഞാൽ ഗനിയ്യുൻ അനിൽ ആലമീൻ, ആരെയും ഒന്നിനും ഒരു കാര്യത്തിലും ആശ്രയിക്കാത്തവരുമാണ്. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവൻ ജനിച്ചിട്ടുണ്ടായവനല്ല, അവനാരെയും ജനിപ്പിച്ചിട്ടില്ല, അവൻ ഭാര്യമാരെ സ്വീകരിച്ചിട്ടില്ല. ഇനി അവനോട് തുല്യമായി നിൽക്കാവുന്ന, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അവന്റെ ഏകത്വം എന്ന് പറഞ്ഞാൽ അവന്റെ വലിപ്പാണ്. ആ വലിപ്പത്തോളം വേറൊരാൾ വരൂല. അവന്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ അവന്റെ ഏകത്വമാണ്. കാരണം എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവനെ ഏകത്വം കൊണ്ട് അടയാളപ്പെടുത്തേണ്ട വലിപ്പമാണ് അവന്റേത്. അതിലേക്ക് വേറെ ആരും വരൂല. അവന്റെ ഏകത്വം എന്ന് പറഞ്ഞാൽ അതിനടയാളപ്പെടുത്തുന്നത് അവന്റെ വലിപ്പം കൊണ്ടുമാണ്. അതിലേക്ക് വേറെ ആളെത്തൂല. ഇതാണ് അതിന്റെ കാര്യം. വഅന്നഹു ലാ തൻബഗിൽ ഇബാദ, അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരുവനാണ് ഇതെല്ലാം സൃഷ്ടിച്ചു വെച്ചത്. അതുകൊണ്ടാണ് ഈ പറയുന്ന ബദീഉ സുന്നത്ത് കാണുന്നത്. അതുകൊണ്ടാണ് ഈ ബദീഉ നിളാം കാണുന്നത്. അതുകൊണ്ടാണ് ഈ ഇളമുൽ ഖിൽഖത്ത് കാണുന്നത്. ഈ സൃഷ്ടിപ്പിന്റെ ഈ മഹത്വം, ഈ സൃഷ്ടിപ്പിന്റെ വലിപ്പവും മഹത്വവും, ഈ സൃഷ്ടിപ്പിന്റെ സംവിധാനങ്ങളിലുള്ള അതിന്റെ വ്യവസ്ഥകളിലുള്ള ഈ കൗതുകവും, ഇതെല്ലാം തന്നെ ഇത് വാഹിദ് അൽ-അഹദ് അൽ-ഫർദ് അസ്-സമദ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അങ്ങനെയുള്ളവൻ ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് തന്നെ ഇത് അനിവാര്യമായും നമ്മുടെ മേൽ അത് ചെലുത്തുന്ന ഒരാശയം ലാ തൻബഗി, ഭൂഷണമല്ല, പാടുള്ളതല്ല, അൽ ഇബാദത്തു, ഇബാദത്ത് ചേർന്നതല്ല, വദ്ദുല്ലു വൽ ഹുബ്ബു, ആ ഇബാദത്തിൽ ദുല്ല് താഴ്മ എന്ന് പറയുന്നത്, വൽ ഹുബ്ബു സ്നേഹം എന്ന് പറയുന്നത് പാടുള്ളതല്ല, ഇല്ലാ ലഹു തആല, അവനല്ലാതെ, അവൻ അത്രയും ഉന്നതനാണ്. അത്രയും ഉന്നതനായ അവനല്ലാതെ വേറെ ആർക്കും കൊടുക്കാൻ പാടില്ല. അപ്പോ ആയാത്തുകളെ എങ്ങനെ കാണണം, എങ്ങനെ നോക്കണം? വെറുതെ നമ്മൾ സാധാരണ ടൂറ് പോണ, പിക്നിക്ക് പോണ മനസ്ഥിതിയിലല്ല അള്ളാഹുവിന്റെ ആയാത്തുകളെ നോക്കി കാണേണ്ടത്. വലിയ മലകൾ നമ്മൾ കാണുമ്പോ, സമുദ്രം നമ്മൾ കാണുമ്പോ,
അല്ലെങ്കിൽ മഴ നമ്മൾ കാണുമ്പോൾ, അല്ലെങ്കിൽ നല്ലൊരു തോട്ടം നമ്മൾ കാണുമ്പോൾ, അല്ലെങ്കിൽ ആകാശത്തിലുള്ള അത്ഭുതങ്ങൾ നമ്മൾ കാണുമ്പോൾ, ഭൂമിയിലുള്ള അത്ഭുതങ്ങൾ നമ്മൾ കാണുമ്പോൾ, നമ്മുടെ ശരീരത്തിലുള്ള അത്ഭുതങ്ങൾ നമ്മൾ കാണുമ്പോൾ, അവരുടെ സൃഷ്ടികളിൽപ്പെട്ട ഓരോ സൃഷ്ടികളിലുമുള്ള അത്ഭുതങ്ങളും കൗതുകങ്ങളും നമ്മൾ കാണുമ്പോൾ, ആ ദൃഷ്ടാന്തങ്ങളെ നമ്മൾ നോക്കിക്കാണേണ്ടത്, അവയെ നമ്മൾ വായിക്കേണ്ടത് അതെങ്ങനെയെന്നാണ് ഇവിടെ പഠിപ്പിച്ചത്. അത് ഒരു 2-3 സ്റ്റെപ്പായിട്ട് മൂപ്പര് പറഞ്ഞു. ഒന്ന്, അവയിലുള്ള ഖൽഖ് ബാഹിർ, ഷിദ്ദത്ത് ഖുവത്ത്, അതൊക്കെ ഏതിനുള്ള തെളിവാണ്? അലാ കമാലി ഖുദ്റത്തിഹി തബാറക വ തആല. അവയിലുള്ള ഹുസ്ന് ഇത്ഖാൻ, ബദിഉൽ സുന്നത്ത്, ബദിഉൽ ഖൽഖത്ത്, അത് അന്നഹു അഹ്കമുൽ ഹാകിമീൻ അലാ കുല്ലി ഷൈഇൻ അലീം. അവയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന, അല്ലെങ്കിൽ മറ്റ് സൃഷ്ടിജാലങ്ങൾക്ക് കിട്ടുന്ന മനാഫിഉകളും മസാലിഹുകളും നമ്മൾ ആലോചിക്കുമ്പോൾ, അലാ റഹ്മത്തില്ലാ അല്ലതി വസഅത് കുല്ല ഷൈ വഅലാ ജൂദിഹി അല്ലതി അമ്മ കുല്ല ഹൈ. ഇനി അവ ഒന്നായിട്ടല്ല നിൽക്കുന്നത്. ഈ പ്രകൃതിയിൽ കണ്ടുവരുന്ന, അള്ളാഹു സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന അവന്റെ ഈ പ്രകൃതി, ആ പ്രകൃതിയിൽ കാണുന്ന ഓരോ അംശവും മറ്റൊരു അംശവുമായിട്ട് പ്രതിപ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അവക്കിടയിൽ വളരെ രസകരമായിട്ടുള്ള ഒരു റെസിപ്രോക്കേഷൻ ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു പാരസ്പര്യമുണ്ട്. ആ വ്യവസ്ഥയെ കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ അത് ദലീലുൻ അലാ അന്നല്ലാഹ തആല ഹുവൽ വാഹിദൽ അഹദൽ ഫർദ് അസ്സമദ് അല്ലദീ ലം യത്തഖിദ് സാഹിബതൻ വലാ വലദൻ വലം യകുൽ ലഹു കുഫുവൻ അഹദ. അങ്ങനെയുള്ള ഒരു റബ്ബാണ്. അവനെ ഇത് കഴിയൂ, വേറെ ആർക്കും ഇത് കഴിയില്ല. ഇത് ഈ രൂപത്തിൽ സംവിധാനിക്കണമെങ്കിൽ പലരുടെ കൈകൾ, അതുകൊണ്ട് പലരും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇത് വരൂല. ഇത് ഏകനായ, എല്ലാറ്റിനും കഴിവുറ്റവനായ അള്ളാഹ്ക്ക് മാത്രമേ കഴിയുള്ളൂ. അങ്ങനെയുള്ള ഒരുത്തൻ നമ്മുടെ മുന്നിലുണ്ടെങ്കിൽ, അവനാണിത് സൃഷ്ടിച്ചു വെച്ചതെങ്കിൽ, അവനല്ലാതെ വേറൊരാൾക്കും നമ്മൾ ഇബാദത്ത് കൊടുക്കാൻ പറ്റൂല. എന്ന് വെച്ചാൽ ഹുബ്ബ് കൊടുക്കാൻ പറ്റൂല, ദുല്ല് കൊടുക്കാൻ പറ്റൂല, ഖൗഫ് വെച്ച് പുലർത്താൻ പറ്റൂല, അതുപോലെ റജാ വെച്ച് പുലർത്താൻ പറ്റൂല അവനോടല്ലാതെ. ഇല്ലാ ലഹു തബാറക വ തആല, ഇല്ലാ ലഹു തആല. പിന്നെ ഈ ആയത്തുകൾ അവസാനിപ്പിക്കുന്നിടത്ത് അള്ളാഹു പറഞ്ഞു, എന്താണ് ഇതിൽ അവസാനം നമ്മൾ പറയുന്ന ആയത്ത്? ആ ആയത്ത് റിസ്ഖൻ ലിൽ ഇബാദ് എന്ന് കഴിഞ്ഞിട്ട് പറഞ്ഞു, വഹയൈനാ ബിഹി ബൽദതൻ മൈതൻ കദാലികൽ ഖുറൂജ്. വഹയൈനാ ബിഹി ബൽദതൻ മൈതൻ, ആ വെള്ളം കൊണ്ട് നിർജീവമായി കിടക്കുന്ന ഒരു ഭൂമി, അതിനെ നാം ജീവിപ്പിച്ചു. കദാലികൽ ഖുറൂജ്, അങ്ങനെയാണ് മരണാനന്തരം നിങ്ങളെ പുനരുജ്ജീവിപ്പിക്കുക എന്ന് പറഞ്ഞു. ഇത് ഖുർആനിൽ ആവർത്തിക്കപ്പെടുന്ന ഒരു ഉപമയാണ്. ഉപമ എന്ന് പറയുമ്പോൾ ഉള്ളൊരു പ്രശ്നം, നമ്മൾ സാധാരണ മലയാള ഭാഷയിൽ പറയുന്ന ഉപമാലങ്കാരായിട്ട് കാണരുത്. മലയാളത്തിലെ ഉപമാലങ്കാരം വേറൊന്നാണ്. എന്നാൽ കുറച്ച് കാര്യങ്ങളുണ്ടാകും, അതിൽ ചില കാര്യങ്ങൾ നമ്മൾ ഈ സാദൃശ്യപ്പെടുത്തലൊക്കെ അതിലുണ്ടാകും. അതിനപ്പുറമുള്ളൊരു കാര്യമാണ്, ഇതിലുള്ള ഗുണപാഠങ്ങൾക്കാണ് കൂടുതൽ ഇത് വരിക. അപ്പൊ അതൊരു ദൃഷ്ടാന്ത കഥയാണ്, അതൊരു ഗുണപാഠമാണ്. അതിൽ ചിലതിനോട് സാദൃശ്യപ്പെടുത്തലുണ്ട് എന്ന് മാത്രം. അതെന്താ ചോദിച്ചാൽ, ഒരുപാട് സ്ഥലങ്ങളിൽ അള്ളാഹു പറയുന്നുണ്ട്, മരണാനന്തരം പിന്നെയും മനുഷ്യര് പുനരുജ്ജീവിപ്പിക്കപ്പെടുമോ എന്നുള്ളത് മനുഷ്യന്റെ ഏറ്റവും വലിയൊരു സംശയമാണ്. അത് കുറച്ചു കഴിയുമ്പോൾ മനുഷ്യൻ എന്ത് ചെയ്യും? ആ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോവുകയും അതിനെ നിഷേധിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തും. തൗഹീദിൽ മനുഷ്യൻ വ്യതിചലിച്ചു പോകുന്ന അതേ വേഗതയിലാണ് ഈ ബഅസിലുള്ള വിശ്വാസത്തിൽ നിന്നും ജനങ്ങൾ വ്യതിചലിച്ചു പോവുക എന്നുള്ളത്. അത് നമുക്ക് കാണാൻ പറ്റും. അമ്പിയാക്കന്മാര് വരുന്നു, ദഅവത്ത് നടത്തുന്നു, അങ്ങനെ ജനങ്ങൾ രണ്ടായിത്തീരുന്നു. ഫരീഖ് ഫിന്നാർ വ ഫരീഖ് ഫിൽ ജന്ന എന്ന് പറഞ്ഞിട്ട് രണ്ടായിട്ട് തീരുന്നു. അങ്ങനെ അള്ളാഹു അക്രമകാരികളെ ശിക്ഷിക്കുകയും നശിപ്പിക്കുകയും വിശ്വാസികളായ ആളുകളെ സംരക്ഷിക്കുകയും അവരെ നിലനിർത്തുകയും ചെയ്യുന്നു. അങ്ങനെ ആ നബിയുടെ കാലഘട്ടം കഴിഞ്ഞിട്ട് ആ നബി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ 1-2 തലമുറ തീരുന്നതിന് മുമ്പ് ഇവരുടെ സ്വഭാവം മാറും. സ്വഭാവം മാറുമ്പോൾ അള്ളാഹിനെ സംബന്ധിച്ച് വമാ ഖദറുല്ലാഹ ഹഖ ഖദരിഹി, അള്ളാഹിനെ കുറിച്ച് മനസ്സിലാക്കേണ്ട, മനസ്സിൽ കൊണ്ട് നടക്കേണ്ട വിശ്വാസമോ വിഭാവനയോ അല്ല അവർക്കുണ്ടാകുക. അള്ളാഹ് എന്ന് പറഞ്ഞാൽ ക്രൂരനായ ഒരു അള്ളാഹ്. അതുകൊണ്ട് അള്ളാഹിന്റെ അടുക്കൽ കാര്യം നേടാൻ ഇടയാളന്മാരെയും മധ്യവർത്തികളെയും വെക്കുന്നിടത്തേക്ക് അവർ പെട്ടെന്ന് പോകുന്നു, മധ്യവർത്തികളെ സ്ഥാപിക്കുന്നു. അതുപോലെ തന്നെ മരണാനന്തരം കൃത്യമായുള്ള ഒരു മരണാനന്തര ജീവിതം, അവിടെ ശിക്ഷാരക്ഷകൾ, അവിടെ മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ ചോദ്യം ചെയ്യുന്നു, അതിനനുസരിച്ച് ശിക്ഷാരക്ഷകൾ നൽകുന്നു. അങ്ങനെയുള്ള ഒരു മരണാനന്തര ജീവിതത്തെ അതിൽ വിശ്വസിക്കില്ല, അതിൽ നിന്നും അവർ പെട്ടെന്ന് പോകുന്നു. ഇത് രണ്ടിൽ നിന്നാണ് പെട്ടെന്ന് മനുഷ്യൻ പോവുക.
അപ്പൊ അള്ളാഹിന്റെ ഏകത്വത്തിനുള്ള തെളിവ് അള്ളാഹു ഇവിടെ കൊടുക്കുന്നത് പോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല മരണാനന്തരം മനുഷ്യൻ ജീവിപ്പിക്കപ്പെടും എന്നതിനുള്ള തെളിവും അള്ളാഹു ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അങ്ങനെ സ്ഥാപിച്ചിട്ടുള്ള തെളിവുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ആയത്താണ് അള്ളാഹു ഭൂമിയിൽ നിർജീവമായ മണ്ണിലേക്ക് ആകാശത്ത് നിന്ന് വെള്ളമിറക്കിയതിനു ശേഷം ആ ഭൂമിയെ രണ്ടാമത് ജീവിപ്പിക്കുക എന്നുള്ളത്. ആദ്യം നല്ല ചെടികളുണ്ട്, മരങ്ങളുണ്ട്, വൃക്ഷങ്ങളുണ്ട്, സസ്യലതാദികളുണ്ട്. അവയെല്ലാം തന്നെ കായ്ച്ചും പൂത്തും ഉലച്ചും നിൽക്കുകയാണ്. പക്ഷെ അതങ്ങനെ നല്ലൊരു വേനൽ വരുമ്പോൾ അങ്ങോട്ട് നശിച്ചാണ് പോകുന്നത്. നശിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല, കെട്ടടങ്ങി. വതറൽ അർള ഹാമിദത്തൻ, ജീവന്റെ ഒരു തുടിപ്പില്ല. ഒരു നല്ലൊരു വേനൽ കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കോളി, എല്ലാം ഹാമിദത്തൻ, ഒക്കെ ചവറുകളായി. വൈക്കോലെന്നോ അല്ലെങ്കിൽ ചണ്ടിന്നോ അല്ലെങ്കിൽ ചവറെന്നോ പറയുന്ന വിധത്തിൽ അതങ്ങോട്ട് കെട്ടടങ്ങി. ഒരു ജീവനുള്ള ഒരു വസ്തു അവിടെ എഴുന്നേറ്റ് നിൽക്കുന്നില്ല. അങ്ങനെ സസ്യലോകം എന്ന് പറയുന്ന ലോകം ഇല്ല, പറ്റങ്ങ് നശിച്ച് ഭൂമിയിൽ അത് അമർന്ന് കിടന്നിരിക്കുന്നു. അതാണ് ഹാമിദത്ത്. അങ്ങനെ ഭൂമിയിൽ അത് ചത്ത് ഒതുങ്ങി അടങ്ങി കിടന്നു നിർജീവമായി കിടക്കുന്ന ആ ഭൂമിയിലേക്ക് ഒരിക്കൽ അള്ളങ്ങോട്ട് വെള്ളം ഇറക്കും. ഒരു മഴ പെയ്താൽ മതി. അങ്ങനെ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഫൈദാ അൻസൽനാ അലൈഹൽ മാഅ ഇഹ്തസ്സത്, ആ നിർജീവമായി കിടക്കുന്ന ഭൂമി അതാ ഇങ്ങനെ ഇളകുന്നു. അവിടുന്ന് ഓരോ വിത്തുകളും ഇങ്ങനെ പൊട്ടിങ്ങനെ വരുന്നു. ഒരു മഴ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഹ്തസ്സത്, പിന്നെ അതിങ്ങനെ ഇളകാൻ തുടങ്ങുന്നു. വറബത്ത്, അത് ഒരുപോലെ വളർന്നു വരാൻ തുടങ്ങുന്നു. വഅംബതത്, അത് നബാത്തുകളായി ചെടികളായിട്ട് തഴച്ചു വളരുന്നു. മിൻകുല്ലി സൗജിൻ ബഹീജ്, പിന്നെ ഏതൊക്കെയാണ് നോക്കിയാൻ പാടില്ല, എല്ലാത്തരം സസ്യലതാദികളും. അതിൽ മരങ്ങളുണ്ടാകും, അതിൽ ചെടികളുണ്ടാകും, അതിൽ കുറ്റിച്ചെടികളുണ്ടാകും, അതിൽ വണ്ടികളുണ്ടാകും, അതിൽ ധാന്യങ്ങളുണ്ടാകും, അങ്ങെല്ലാം ഉണ്ടാകും. ഏതിൽ നിന്നാണ് ഇവ ഉണ്ടായത്? അവയുടെയൊക്കെ തന്നെ വിത്ത് എന്ന് പറയാവുന്ന, നമ്മൾ സീഡ് എന്ന് പറയാവുന്ന, സീഡാകാൻ അതിൻ്റെ ഒരു ചെറിയ ഒരു ഭാഗം മതി. അതാ മണ്ണിൽ അങ്ങനെ തന്നെ അള്ളാഹു നിലനിർത്തിയിട്ടുണ്ട്. എന്നതുപോലെ മനുഷ്യനെയും അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഈ മണ്ണിൽ മരിച്ചു കഴിഞ്ഞാൽ മണ്ണിലേക്ക് തന്നെ അവൻ പോകുന്നു. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റ. ഒരു മഴ വർഷിക്കുന്ന പോലെ അള്ളാന്റെ കൽപ്പന, അതൊരു ഊത്തില് അള്ളാന്റെ കൽപ്പന വന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വിത്തിൽ നിന്ന് സസ്യങ്ങൾ മുളക്കുന്നത് പോലെ മനുഷ്യൻ അവന്റെ ഉജ്ബുൽ ദനബിൽ നിന്ന് അവൻ എഴുന്നേറ്റ് പൊങ്ങായി. അങ്ങനെ മുസ്ലിമിലൊരു ഹദീസ് ഉണ്ട്, മനുഷ്യൻ മരിച്ച് അവന്റെ ശരീരഭാഗങ്ങൾ ഈ ഭൂമിയിൽ ലയിച്ചാൽ ലയിക്കാതെ കിടക്കുന്ന, ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോകാതെ അതേമാതിരി പ്രിസർവ് ചെയ്യുന്ന ഒരു ഭാഗം, അവന്റെ നട്ടലിന്റെ അറ്റം, ഒരു ചെറിയ ഭാഗം, അതിന് ഉജ്ബുൽ ദനബ് എന്നാണ് ഹദീസിൽ പ്രയോഗിച്ചിട്ടുള്ളത്. ഈ നട്ടലിന്റെ ഏറ്റവും ലാസ്റ്റിൽ ഉണ്ടാകുന്ന വളരെ ചെറിയൊരു ഭാഗമാണ്, അതവിടെ ഉണ്ടാകും. വമിൻഹാ തതറക്കബുൽ ഖലായിഖ്, അതിൽ നിന്നാണ് ഈ മനുഷ്യന്മാരെ രണ്ടാമത് അള്ളാഹു റീഅസംബിൾ ചെയ്യാൻ പോണത്. അങ്ങനെ റീഅസംബിൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനാണ്, എനിക്ക് എന്തെല്ലാം മലാമഹികൾ ഫീച്ചേഴ്സ് ഉണ്ടോ, എൻ്റെ മുഖം നോക്കിയാൽ നിങ്ങൾക്ക് തിരിയാൻ എന്തെല്ലാം അടയാളമുണ്ടോ അതോട് കൂടിയിട്ടാണ്. എനിക്ക് എൻ്റെ എല്ലാ ബസ്മാത്തുകളും ഫിംഗർ പ്രിന്റ് എടുത്ത് കൊടുക്കുകയാണെങ്കിൽ ഈ ഫിംഗർ പ്രിന്റ് വരെ പൂർണ്ണ രൂപത്തിലായിട്ട് ഒരു മനുഷ്യനായിട്ട് ഞാൻ അള്ളാഹ് തിരിച്ചു കൊണ്ടുവരും. അപ്പൊ ഇനി അത് നിങ്ങൾക്ക് ഇത്ര വലിയ അത്ഭുതമായി തോന്നുന്നുണ്ടോ എങ്കിൽ ആദ്യത്തെ തവണ ഉണ്ടാക്കി അള്ളാഹ്ക്ക് രണ്ടാമതൊരു തവണ റിപ്പീറ്റ് ചെയ്യാന്നുള്ളത് ബഹുവാഹുവനുവാലേ, അതല്ലേ കുറച്ചും കൂടി സൗകര്യം? അതാണ് അള്ളാന്റെ ചോദ്യം. قل كونوا حجارة أو حديدا أو خلقا مما يكبر في صدوركم فسينغضون إليك رؤوسهم ويقولون متاه قل عسى أن يكون قريبا. നിങ്ങൾ പറയും കൂനു ഹിജാറത്തൻ ഔ ഹദീദ, നിങ്ങൾ കല്ലായിക്കോളി, അല്ലെങ്കിൽ മണ്ണായിക്കോളി, അല്ലെങ്കിൽ ഇരുമ്പായിക്കോളി, ലോഹമായിക്കോളി, അല്ലെങ്കിൽ ഇങ്ങനെ മണ്ണിൽ നിങ്ങളാണ്ട് ലയിച്ചിട്ട് എല്ലാം പോയിക്കോളി. എന്ത് തന്നെയാണെങ്കിലും അള്ളാഹു നിങ്ങളെ രണ്ടാമത് തിരിച്ചു കൊണ്ടുവരും. അപ്പൊ അവരിങ്ങനെ തലയാട്ടും പരിഹസിച്ചിട്ട് ആ തിരിച്ചു കൊണ്ടുവരും. വയഖൂലൂന മത്താഹു, എന്നാണെന്ന് അവർ ചോദിക്കും. ഖുൽ അസാ അൻ യകൂന ഖരീബ്,
അത് വളരെ അടുത്തന്നെ ഉണ്ടാകും. അള്ളാഹിന്റെ കൽപ്പന വന്നു കഴിഞ്ഞാൽ അത് ഒരു പ്രശ്നമില്ല. മഴ പെയ്താൽ എല്ലാ തരത്തിലുള്ള സസ്യങ്ങളും സസ്യലതാദികൾ മുഴുവനും, അതിൽ വള്ളിണ്ട്, അതിൽ ചെടിയുണ്ട്, കുറ്റിക്കാടുകളുണ്ട്, മരങ്ങളുണ്ട്, ധാന്യങ്ങളുണ്ട്, പഴങ്ങളുണ്ട്, കയ്പുള്ളതുണ്ട്, മധുരമുള്ളതുണ്ട്, മധുരമില്ലാത്തതുണ്ട്, എല്ലാം ഈ ഒരു വെള്ളത്തിൽ വീഴുന്നത് പോലെ ഈ ഭൂമിയിൽ ആരൊക്കെ മരിച്ചു ലയിച്ചു ചേർന്നോ ഓരൊക്കെ അതിൽ നിന്ന് പോകും. ഇവിടെ ആരൊക്കെ എത്രയൊക്കെ പോയി ആർക്കാണ് അറിയാം, എത്ര തലമുറകൾ കഴിഞ്ഞു. നമ്മൾ ഈ നടക്കുന്ന ഭൂമിയുടെ ഈ മണ്ണിന്റെ ഘടന എന്താന്ന് ആർക്കാ പറയാൻ പറ്റുക? അറബിയില് രസകരമായൊരു കവിത ഉണ്ട്, ഖഫിഫിൽ വത്ത്. ഈ ഭൂമിയിൽ നീ ചവിട്ടുമ്പോ ഒന്ന് സൂക്ഷിച്ച് ചവിട്ട്. ഈ ഭൂമിയുടെ ക്രസ്റ്റ് എന്ന് പറയുന്നത്, ഈ ഭൂമിയുടെ പുറന്തോട് എന്ന് പറയുന്നത്, ഞാൻ കരുതുന്നത് ഇത്തരം ശരീരങ്ങൾ കൊണ്ടാണ് അത് ഫോം ചെയ്തിട്ടുള്ളത്. നമ്മളൊക്കെ ശരീരം, നമ്മളെപ്പോലുള്ള മനുഷ്യന്മാരുടെ ശരീരം, ആ ശരീരം ഡിസിന്റഗ്രേറ്റ് ചെയ്തിട്ട് ആ ശരീരാവശിഷ്ടങ്ങളിൽ നിന്നാണ് ഈ ക്രസ്റ്റ് ഫോം ചെയ്തിട്ടുള്ളത്. ഖഫിഫിൽ വത്ത് മാ അളുന്നു അദീമൽ അർളി ഇല്ലാ മിൻ ഹാദിഹിൽ അജ്സാദി റുബ്ബ ഖബ്റിൻ സ്വാറ ഖബ്റൻ മിറാറൻ ലാഹികൻ മിൻ തസാഹുമിൽ അൽദാദി. ഒരു ഖബർ എന്ന് പറഞ്ഞാൽ എത്ര തവണ അത് വീണ്ടും വീണ്ടും ഖബറാക്കപ്പെട്ടു. ആ ഖബർ അതിലേക്ക് പുതിയൊരു മയ്യത്തിനെ കൊണ്ടുപോയി വെക്കുമ്പോ ചിരിക്കാണ്. മിൻ തസാഹുമിൽ അൽദാദി, പരസ്പര വിരുദ്ധമായവ അതിലേക്ക് ഇങ്ങനെ കയറി വരുന്നത് കൊണ്ട്. ഇതിന്റെ തൊട്ടുമുമ്പ് വന്നത്, ഇപ്പൊ കൊണ്ടുവന്നത് കാഫറിനെ, ഇതിന്റെ തൊട്ടുമുമ്പുണ്ടായിരുന്നത് നല്ലൊരു മുമ്പ് ഒരു നല്ല മുമ്പിനായ മനുഷ്യനെ, ആദ്യം കൊണ്ടുവന്നത് ഒരാണിനെ, ഇപ്പൊ കൊണ്ടുവന്നത് പെണ്ണിനെ, ആദ്യം കൊണ്ടുവന്നത് നല്ല വലുപ്പുണ്ടായിരുന്നത്, ഇത് വലുപ്പമില്ലാത്തത്. ഇങ്ങനെ അൽദാദുകൾ മാറി 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 വച്ചിട്ടുള്ള ഖബറുകളാണ് ഈ മണ്ണ്. ഈ മണ്ണ് എന്ന് പറയുന്നത് ഈ ശരീരത്തിന്റെ അവശിഷ്ടമാണ്. അതുകൊണ്ട് വല്ലിപ്പാന്റെയും വല്ലിപ്പാന്റെയും പിന്നെ ശരീരത്തിന്റെ ബാക്കി അവശിഷ്ടത്തിലാണ് ചവിട്ടുന്നത്. അതുകൊണ്ട് മണ്ണിൽ ചവിട്ടി നടക്കുമ്പോൾ അഹങ്കാരം വേണ്ട, ഒന്ന് ലോലമായി ചവിട്ടണം എന്നാണ് കവിയോടെ പറഞ്ഞത്. കുറച്ച് കാവ്യാത്മകമായൊരു ഭാവനയാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും അതുപോലെ അതിലൊരു കാര്യമുള്ളത് എന്താന്ന് ചോദിച്ചാൽ, അങ്ങനെ എത്ര മണ്ണിൽ നമ്മൾ ലയിച്ചു പോയാലും ലയിക്കാതെ കിടക്കുന്ന ഒരു ഒഴുജുബുദ്ധനം അവിടെ ഉണ്ട്. അതിൽ നിന്ന് ഖൽഖിനെ അള്ളാഹു റീഅസംബിൾ ചെയ്യും. അത് അള്ളാഹു കൊണ്ടുവരുന്നതിന്റെ ഏറ്റവും കാണുന്ന ഉദാഹരണം ജന്തുലോകം. ഇങ്ങനെ ജന്തുലോകത്തിന് മാത്രം എന്താ ബുദ്ധിമുട്ടുണ്ടോ അള്ളാഹ്ക്ക്? സസ്യലോകം നിങ്ങളൊരു എത്ര തവണ കാണുന്നു? നിങ്ങൾക്ക് 50 വയസ്സുണ്ടെങ്കിൽ 50 തവണ നിങ്ങൾ കണ്ടില്ലേ? നിങ്ങൾക്ക് 40 വയസ്സാണെങ്കിൽ 40 തവണയെങ്കിലും നിങ്ങൾ കണ്ടില്ലേ? ഒരു വേനൽ വന്നു, ആ വേനലിൽ എല്ലാം ചത്തൊതുങ്ങിയില്ലേ ഭൂമി? പിന്നെ നിങ്ങൾ നോക്കിയാൽ ഹാമിദത്തൻ, അത് ഒരു ചലനമില്ലാതെ അടങ്ങി ഒതുങ്ങി അവിടെ കെട്ടുകിടക്കുകയാണ്, ചത്ത് കെട്ടുകിടക്കുകയാണ്. അങ്ങനെ വൈക്കോലായി എല്ലാം അടങ്ങി ഒതുങ്ങി ഒക്കെ കിടക്കുന്ന ആ ഭൂമിയിലേക്ക് ആ ഭൂമിയെ, സസ്യലോകത്തെ രണ്ടാമതൊരു മഴയിലൂടെ പുനരുജ്ജീവിപ്പിച്ച റബ്ബ ലമുഹ്യിൽ മൗത്ത, അവന് ജന്തുലോകത്ത് ജീവിപ്പിക്കാൻ പ്രയാസമുണ്ടോ? അവൻ ഒരു മഴയിൽ, ആ മഴയ്ക്ക് പകരം വേറൊരു കൽപ്പനയിലൂടെ നിങ്ങളെ പുനരുജ്ജീവിപ്പിക്കും. അത് നിങ്ങൾ പ്രയാസം എന്ന് വിചാരിക്കേണ്ട. അവനാണ് സൃഷ്ടിപ്പിന്റെ പ്രാരംഭം കുറിച്ചത്. ആ സൃഷ്ടിപ്പിനെ ആവർത്തിക്കുക എന്നത് അവനെ സംബന്ധിച്ചിടത്തോളം എളുപ്പമുള്ള കാര്യമാണ്, ഒട്ടും ബുദ്ധിമുട്ടില്ലാത്ത കാര്യമാണ്. അത് അങ്ങനെയാണ് ഖുറൂജ്, കദാലിക്കൽ ഖുറൂജ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് പറഞ്ഞു, വമാ ഫീഹാ മിൻ ഇഹ്യാഇൽ അർളി ബഅദ മൗതിഹാ. അതുപോലെ തന്നെ വമാ ഫീഹാ, ആ ആയാത്തുകളിൽ നിങ്ങൾ കാണുന്നുണ്ട് മിൻ ഇഹ്യാഇൽ അർള്, ഭൂമിയെ ജീവിപ്പിക്കുന്നത്, ബഅദ മൗതിഹാ, ആ ഭൂമി മരിച്ചു പോയതിന് ശേഷം ആ നിർജീവമായ ഭൂമിയെ രണ്ടാമത് ജീവിപ്പിക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ അതിനെ നിങ്ങൾ ദലീലാക്കണം. എന്തിന്? അലാ ഇഹ്യാഇല്ലാഹിൽ മൗത, ജന്തുലോകത്തു നിന്നും മരിച്ചു പോയിട്ടുള്ളവയെ അള്ളാഹു പുനരുജ്ജീവിപ്പിക്കുന്നതിന്. ലിയുജാസിയഹും ബിഅഅ്മാലിഹിം, എന്തിനാണ് അള്ളാഹു പുനരുജ്ജീവിപ്പിക്കുന്നത്? കർമ്മഫലങ്ങൾ അവർക്ക് നൽകുന്നതിന് വേണ്ടി. അവരുടെ അഅ്മാലുകൾ, കർമ്മങ്ങൾ, അതിനുള്ള പ്രതിഫലം അവർക്ക് നൽകുന്നതിന് വേണ്ടി. വലിഹാദാ ഖാല വഅഹ്യൈനാ ബിഹി ബൽദത്തൻ മൈതൻ കദാലിക്കൽ ഖുറൂജ്. അങ്ങനെയാണ് ഖുറൂജ്, അങ്ങനെയാണ് രണ്ടാമതുള്ള പുനരുജ്ജീവിപ്പിക്കൽ. വലമ്മാ ദക്കറഹും ബിഹാദിഹിൽ ആയാത്തിസ് സമാവിയ്യ വൽ അർദിയ്യ, അല്ലാഹു അവർക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ, ദക്കറഹും പറയാറില്ല, ദക്കറഹും, അല്ലാഹു അവരെ റിമൈൻഡ് ചെയ്തപ്പോൾ,
ബിഹാദിഹിൽ ആയാത്തി സമാവിയ വൽ അർദിയ, പ്രാപഞ്ചികമായിട്ടുള്ള ആയാത്തുകളും അതുപോലെ തന്നെ അർദിയ ഈ ഭൂലോകത്തുള്ള ആയാത്തുകളും, ഖവ്വഫഹും പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഒന്ന് പേടിപ്പിച്ചു. അള്ളാഹു അവരെ പേടിപ്പിച്ചത് അഖ്ദാത്തിൽ ഉമം, സമുദായങ്ങളെ ജനപദങ്ങളെ അവൻ പിടികൂടിയത്. ഇത് അള്ളാഹ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹ് ചെയ്തു തരും. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹലീമാണ്, അവന്റെ സഹനം അത്രയും വലുതാണ്. അവര് ഈദാ ചെയ്യുന്നു, പക്ഷെ അതെല്ലാം അള്ളാഹു അവന്റെ സഹനത്തിന്റെ ഭാഗമായിട്ട് അവൻ നീട്ടി കൊടുക്കുന്നു. പക്ഷെ അതിനൊക്കെ ഒരു പരിധിന്റെ, അള്ളാഹ്ക്ക് ചില സുന്നത്തുകളുണ്ട്. ആ സുന്നത്ത് നടപടിക്രമങ്ങളുടെ ഭാഗമായി ഒരു ഘട്ടം വരുമ്പോ ചിലതിനെ തുടച്ചു നീക്കല്ലാണ്ട് വേറെ രക്ഷയില്ലാതെ വരികയാണെങ്കിൽ അപ്പോ ഉമമുകളെ ജനപദങ്ങളെ അള്ളാഹു പിടികൂടിയിട്ടുണ്ട്. ആ പിടികൂടിയിട്ടുള്ള ചരിത്രങ്ങൾ ഇനി അവരെ അത് പറഞ്ഞിട്ട് അവരെ ഉണർത്തുകയാണ്. ലക്കറഹും ബിഹാദിഹിൽ ആയാത്തി സമാവിയ ഖവ്വഫഹും, അതിനുശേഷം അള്ളാഹ് അവരെ പേടിപ്പിക്കുകയാണ്. അഖ്ദാത്തുൽ ഉമം, അവരെ പിടികൂടിയിട്ടുള്ള ഇന്നഅഖ്ദഹും, അവരെ പിടികൂടിയ പിടുത്തെന്ന് പറഞ്ഞാൽ അത് ശദീദ്. പിന്നെ പിടിക്കുകയാണെങ്കിൽ പിന്നെ അവിടെ കരിവൊന്നും ഉണ്ടാവില്ല, ഒരു പിടുത്താണ്. ഷദീദ് ദുൻതിഖാം, അള്ളാഹു ഷദീദുൻ ദുൻതിഖാമാണ്. അള്ളാഹിന്റെ മക്ർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മക്ർ ഷദീദാണ്. അഫാമിനു മക്റല്ലാഹ് വഅല്ലാ യസ്തമിറു അലാ മാ ഹും അലൈഹി മിന തക്ദീബ്. അതുകൊണ്ട് തന്നെ ഈ തക്ദീബിൽ, കളവാക്കുന്ന സ്വഭാവത്തിൽ ഇനി നിങ്ങൾ തുടരരുത് എന്നും, ഫയുസീബഹും, അങ്ങനെ നിങ്ങൾ ചെയ്താൽ ഇനിയും നിങ്ങൾ ഈ തക്ദീബിൽ തുടരുകയാണെങ്കിൽ അവർക്ക് ബാധിക്കും. മാ അസ്വാബ ഇഖ്വാനഹും മിനൽ മുകദ്ദിബീൻ, കളവാക്കിയിട്ടുള്ള അവരുടെ മുൻകാല സഹോദരന്മാർക്ക് എന്താണോ ബാധിച്ചത് അത് തന്നെ ഇവർക്കും ബാധിക്കും എന്ന് അല്ലാഹു ഭയപ്പെടുത്തുകയും ചെയ്യുന്നു. അപ്പൊ അത് ഇനി വരാൻ പോകുന്നതായിട്ട് ബന്ധിപ്പിച്ച് പറഞ്ഞതാണ്. വലമ്മാ ദക്കറഹും ബിഹാദിഹിൽ ആയാത്തി സമാവിയ്യ വൽ അർദിയ്യ, ആകാശങ്ങളിലോ ഭൂമിയിലോ അവൻ തഹ്സീസ് ചെയ്തിട്ടുള്ള അവന്റെ ആയാത്തുകൾ അത് ഓരോന്ന് പറഞ്ഞിട്ട് അവൻ ഉണർത്തിയല്ലോ, നമ്മളെ റിമൈൻഡ് ചെയ്തല്ലോ. റിമൈൻഡ് ചെയ്തപ്പോൾ പിന്നെ അവൻ ഏതിലേക്കാണ് പ്രവേശിക്കുന്നത്? ഏത് കാര്യത്തിലേക്കാണ്? യുഖവ്വിഫുഹും ഖവ്വഫഹും, അള്ളാഹു അവരെ ഒന്ന് പേടിപ്പിക്കുകയാണ്. എന്ത് പറഞ്ഞിട്ടാണ് പേടിപ്പിക്കുന്നത്? അഖ്ദാത്തിൽ ഉമം, അവന്റെ പിടുത്തങ്ങൾ, അവൻ പിടികൂടിയിട്ടുള്ള പിടുത്തങ്ങൾ. ആരെ? ഉമമുകളെ. അതുകൊണ്ട് തന്നെ അള്ളാഹു അവരിൽ നിന്ന് ആവശ്യപ്പെടുന്നത് എന്താണ്? അവർ തുടരരുത്. ഏതിൽ? അലാമാഹും അലൈഹി, ഇപ്പോൾ അവരുള്ളതായ മിനത്തക്ദീബ്, കളവാക്കലിൽ ഇനി തുടരരുത്. അങ്ങനെ ആ കളവാക്കലിൽ ഇനിയും തുടർന്നാൽ, അള്ളാഹ് ഹലീമാണ് ശരി, പക്ഷെ അള്ളാഹ്ക്ക് സുന്നത്തുകളുണ്ട്. വലില്ലാഹി ഫി ഖൽഖിഹി ശുഊൻ, അള്ളാന്റെ സുന്നത്ത് എന്ന് പറഞ്ഞാൽ വലൻ തജിദ ലിസുന്നത്തില്ലാഹി തബ്ദീല, മാറ്റം അതിന് പ്രതീക്ഷിക്കണ്ട. ഒരു പരിധി വിട്ടു കഴിഞ്ഞാൽ അള്ളാഹു അവിടെ പിടിക്കും. അള്ളാഹ് പിടിക്കുകയാണെങ്കിൽ ഫൈദാഹും മുബ്ലിസൂൻ, പിന്നെ അതിൽ അവർ പെട്ടുപോകും, പിന്നെ അവർക്ക് രക്ഷപ്പെടാനില്ല. ഫയുസീബഹും മാ അസ്വാബ ഇഖ്വാനഹും, അവർക്കും വരും അവരുടെ സഹോദരന്മാർക്ക് വന്നത്. അവരുടെ സഹോദരന്മാരെന്ന് പറഞ്ഞാൽ മിനൽ മുക്കദ്ദിബീൻ, മുക്കദ്ദിബീങ്ങളായ ആദിന് വന്നത്, സമൂദിന് വന്നത്, അങ്ങനെയുള്ള അസ്ഹാബുൽ ഐക്കത്തിന് വന്നത്, ഇങ്ങനെയുള്ള ആളുകൾക്ക് വന്നത് പോലുള്ളത് നിങ്ങൾക്ക് വരും. നിങ്ങൾക്ക് മാത്രമായിട്ട് അള്ളാഹിന്റെ സുന്നത്തിൽ നിന്നൊരു ഒഴിവുണ്ടാവില്ല. അതുകൊണ്ട് തക്ദീബിനൊരു പരിധിയുണ്ട്. പരിധിന്റെ അപ്പുറം പോയാൽ ഒരു പിടുത്തം പിടിക്കും. ആ പിടുത്തം പിടിക്കുന്നത് അതിന്റെ നിയമങ്ങൾ, അതിന്റെ സുന്നത്തുകൾ നമ്മൾ നോക്കി മനസ്സിലാക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. അത് ശരിക്ക് മനസ്സിലാകായി കിട്ടുകയാണെങ്കിൽ, ഒന്ന് ഏറ്റവും പ്രധാനം, അള്ളാഹ് സൃഷ്ടിച്ചിട്ടുള്ള സമുദായങ്ങൾ, ആ സമുദായങ്ങളുടെ അവശേഷിപ്പുകൾ അള്ളാഹുടെ നിലനിർത്തിയിട്ടുണ്ട്. അവൻ സൃഷ്ടിച്ചിട്ടുള്ള ഏതൊരു സമുദായമുണ്ടോ അവരുടെ ഒരു അവശേഷിപ്പ് അള്ളാഹു ഈ ഭൂലോകത്ത് നിലനിർത്തിയിട്ടുണ്ട്. രണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിച്ചിട്ടുള്ള ആളുകളെ എപ്പോഴാണ് ശിക്ഷിച്ചത് എന്നുള്ളത് ആ അവശേഷിപ്പുകൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എവിടുന്ന് കുഴിച്ചെടുക്കുകയാണെങ്കിൽ മനുഷ്യന്റെ തലത്തൊട്ടി കിട്ടിയാൽ തലത്തൊട്ടിന്റെ കൂടെ കിട്ടുക വിഗ്രഹത്തിന്റെ പൊട്ടയായിരിക്കും.
അപ്പോ ഈ പൊട്ടന്മാരായിട്ടുള്ള മനുഷ്യന്മാര് പറയും മനുഷ്യന്റെ നാഗരികത ഇതാണ്. എന്ത്? മനുഷ്യന്റെ നാഗരികത എന്ന് പറഞ്ഞാൽ വിഗ്രഹാരാധനയാണ്, അത് കലയാണ്. കല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള വിഗ്രഹങ്ങൾ കൊത്തിവെക്കലാണ്. ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. എന്തൊരു വിഡ്ഢിത്താണത്. അത് അവിടെ പൗരാണികമായ ഒരു സംസ്കൃതി ഉണ്ടായിരുന്നു, ഒരു നാഗരികത ഉണ്ടായിരുന്നു, ഒരു സിവിലൈസേഷൻ ഉണ്ടായിരുന്നു. അതാണ് എക്സ്കവേറ്റ് ചെയ്തപ്പോൾ കിട്ടിയത്. എന്താണ് പൗരാണികമായ സംസ്കൃതികൾ അല്ലെങ്കിൽ നാഗരികതകൾ എന്ന് പറഞ്ഞാൽ? അത് മനുഷ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ കലകളാണ്. എന്താണ് അവന്റെ കലകൾ? അവന്റെ കലകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഗ്രഹങ്ങൾ, ശില്പങ്ങൾ, ബിംബങ്ങൾ, അത് കൊത്തിണ്ടാക്കി വെക്കുക. ഇങ്ങനെ മനുഷ്യൻ വായിക്കണം. അങ്ങനെയല്ല. ഈ തലത്തൊട്ട് ഇതൊക്കെ മണ്ണിന്റെ അടിയിലേക്ക് പോയത് ഇങ്ങനെ മറിച്ചിട്ടതാണ്. മറിച്ചിടാനുണ്ടായ കാരണം അവര് വിഗ്രഹാരാധനയിൽ ശിർക്കില്ലാതെ, ശിർക്ക് മൂത്താലല്ലാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു സമൂഹത്തെ ശിക്ഷിച്ച ചരിത്രം കാണില്ല. ശിർക്ക് മൂക്കണം. ഇപ്പൊ സാധാരണ നമ്മള് കാറ്ററാക്ട് വന്നിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറെ അടുത്ത് പോലെ ഡോക്ടർ ഉടനെ ഒന്നും അത് ഓപ്പറേറ്റ് ചെയ്യില്ല, അത് മൂത്തിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയും. എന്നാൽ അള്ളാഹു ശിർക്ക് ചെയ്യുന്ന ആളുകളെ തന്നെ അത് മൂത്താൽ അപ്പൊ അള്ളാഹ് ഇതേമാതിരി ചെയ്യും. അതുകൊണ്ട് എവിടെ ഒരു ശിക്ഷ വരികയാണെങ്കിലും നിങ്ങൾ നോക്കിക്കോ, ശിർക്ക് മൂത്ത് പൊട്ടുന്നതാണത്. ശിർക്ക് മൂത്ത് പൊട്ടുന്നതാണത്. യാതൊരു സംശയമല്ല. എവിടെ എന്തൊക്കെ നടന്നാലും അത് നമുക്കതിൽ നിന്ന് കണ്ടെത്താൻ, ആ സമൂഹത്തിന്റെ അല്ലെങ്കിൽ ആ ശിക്ഷക്ക് വിരയായിട്ടുള്ള ആളുകളുടെ ജീവിത രീതികൾ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ രണ്ട് കാര്യമാണ്. അത് മൂക്കുക എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, എപ്പോഴാണത് മൂക്കണത്? ഒന്നൊരു നബി അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കുമ്പോ, മുഹമ്മദ് നബി അവരുടെ കൂട്ടത്തിലുള്ളപ്പോൾ നമുക്ക് ശിക്ഷ വരൂല, കാരണം നബി അവിടെ തിരുത്താറുണ്ട്. രണ്ടാമത് അള്ളാഹ് ശിക്ഷിക്കൂല, ഇങ്ങനെ ഒന്നിച്ചവരെ ശിക്ഷിക്കുന്ന പ്രശ്നമില്ല. അവർ ഇസ്തിഗ്ഫാർ നടത്തുമ്പോൾ ഇത് തെറ്റാണ് റബ്ബേ, സംഭവിച്ചു പോയി, ഇത് തിരുത്തണേ, ഞങ്ങൾക്ക് പൊറുക്കണേ എന്ന് പറയുന്ന മനസ്സുള്ളപ്പോ അതുണ്ടാവില്ല. മൂന്നാമത്തേത് വാഹുരുഹ മുസ്ലിഹു, അത് കുറച്ചാൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചാൾക്കാർ മറിച്ച് അതിനെ തിരുത്താൻ വേണ്ടി അപ്പുറത്തുണ്ടെങ്കിൽ ശിക്ഷിക്കൂല. അവർ നബി ഇല്ല, അത് ചെയ്യുന്നത് തെറ്റാണ് എന്ന് തോന്നുന്നില്ല. അത് കുറച്ചാളുകൾക്ക് തോന്നുന്നില്ലെങ്കിൽ കുറച്ചാളുകൾക്ക് തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇസ്ലാഹിന്റെ ശബ്ദം അവിടെ അല്ല. അപ്പൊ ഇസ്ലാഹിന്റെ ശബ്ദമില്ല, ആർക്കും ഇത് തെറ്റാന്ന് തോന്നുന്നില്ല. അതിൽ അങ്ങോട്ട് മൂടുറച്ചു കഴിഞ്ഞാൽ പിന്നെ അവര് നന്നാവില്ല. നന്നാകാനുള്ള പിന്നെ ഒരു വേ ഔട്ട് അവിടെ അല്ലല്ലോ, ഒരു നബി അവിടെ അല്ല. അവരിലാർക്കും അത് തെറ്റാണെന്ന് തോന്നുന്നില്ല, ഒരു പശ്ചാത്താപമില്ല. ഇനി ചെയ്യുന്ന കുറച്ചാളുകൾ അങ്ങനെയാണെങ്കിലും വേറെ കുറച്ചാളുകളെങ്കിലും അത് ചൂണ്ടിക്കാണിക്കാൻ സമൂഹത്തിൽ കൗമില്ല, മുഴുവനും അങ്ങനെയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ വലായരിദു ഇല്ലാ ഫാജിറൻ കഫാറ, അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, അത് മൂത്ത് കഴിഞ്ഞാൽ പിന്നെ തുറച്ചിടും. അപ്പൊ അതില് ആയിഷ ബീവി ചോദിക്കുന്നുണ്ട്, അനുഹുലക്കു വഫീന സ്വാലിഹു, സ്വാലിഹ്യങ്ങൾ ഞങ്ങളെ കൂട്ടത്തിൽ ഉണ്ടാവുമ്പോൾ ശിക്ഷിക്കപ്പെടുമോ, നമ്മളെ നശിപ്പിക്കപ്പെടുമോ? നാം ഇദാ കസുറൽ ഖബസ്, ശിക്ഷിക്കും. ഈ സ്വാലിഹ്യങ്ങള് അവരുടെ സ്വന്തം കാര്യത്തിൽ പക്ഷെ നന്മ വരുത്തുന്നുണ്ടാകുമെന്നല്ലാണ്ട് അവർക്ക് സമൂഹത്തിൽ ഒരു തിരുത്തൽ ശക്തിയായിട്ട് നിർത്താൻ കഴിയണില്ല. അതിന് അവർക്ക് അവരുടെ പ്രസൻസ് അവിടെ ഫീൽ ചെയ്യുന്നില്ല. അത്രത്തോളത്തോളം ഇദാ കസുറൽ ഖബസ്, ആ ദുഷ്ടന്മാരെ അത്രയും വർദ്ധിച്ചു. ഇവർക്കൊരു പ്രസൻസ് ഇല്ലാതായി, അവരുണ്ട് എന്നല്ലാതെ പ്രസൻസ് ഇല്ല. അപ്പൊ ഈ പാവപ്പെട്ട ഈ മനുഷ്യന്മാരുടെ സ്ഥിതി എന്താണ്? യുബഅസൂന അലാ നിയ്യാതിഹിം, അവരേത് അവസ്ഥയിലായിരുന്നു ആ അവസ്ഥയിൽ അവരുടെ നിയ്യത്തനുസരിച്ചിട്ട് അവരെ അല്ലാഹു പുനരുജ്ജീവിപ്പിക്കും. ശിക്ഷ വരുമ്പോ ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ്സ, അതെല്ലാവർക്കും കൂടിയാണ് വരിക. പിന്നെ യുബഅസൂന അലാ നിയ്യാതിഹിം, നല്ലവർക്ക് നല്ലവരെ നിയ്യത്തനുസരിച്ച് പോകും. അങ്ങനെ ഹബസ് കൂടി നല്ല ആളുകൾ ഉണ്ടെങ്കിൽ തന്നെ അവരുടെ പ്രസൻസ് ഫീൽ ചെയ്യൂല. അവർക്കൊരു ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യം അങ്ങനെയാണ് പോവുക. അതുകൊണ്ട് അള്ളാന്റെ ശിക്ഷ എവിടെ പഴയ കാലത്ത് വന്നാലും ഈ കാലത്ത് നടക്കുകയാണെങ്കിലും ഇത്തരം കാര്യങ്ങൾ അത് അതിന്റെ പിറകിൽ അങ്ങനെ ഒരു അണ്ടർലൈങ് ഫോഴ്സ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഒന്ന്, ഇവർ പറയണ കല എന്ന് പറയുന്നത് ശിർക്കില്ലാതെ പോവില്ല.
ഷിർക്കിനാണ് വരീക്കല എന്ന് പറയുന്നത്. രണ്ട്, ആ ഷിർക്കുണ്ടായാൽ മാത്രം പോരാ, ആ ഷിർക്ക് തിരുത്തുന്ന ഒരു ശക്തി അവിടെ ഇല്ലാതായി പോണം. അത് ഷിർക്കാണ്, തെറ്റാണ് എന്ന് ആർക്കും തോന്നൂല. ഇസ്തിഗ്ഫാർ അത് തെറ്റാണ് എന്നുള്ളൊരു തോന്നലില്ല. എന്നാ കുറച്ചാളുകൾ അങ്ങനെയാണെങ്കിൽ കുറച്ചാൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ വഹരുഹ മുസ്ലിഹുൻ, മുസ്ലിഹീങ്ങൾ അവരിലില്ല. ഏതെങ്കിലും ഒന്നോ രണ്ടോ മനുഷ്യന്മാരുണ്ടെങ്കിൽ കസൂറൽ ഖബസ്, അവരുടെ പ്രസൻസ് ഫീൽ ചെയ്യാത്ത വിധം ഖബസ് വർദ്ധിച്ചു വന്നിട്ടുണ്ടാവും. അവിടെ ശിക്ഷ, അത് മൂത്ത് കഴിഞ്ഞാൽ അള്ളാന്റെ ശിക്ഷ വരും. ഷിർക്കില്ലാതെ, ഈ ഷിർക്കിന്റെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്താതെ അള്ളാന്റെ ശിക്ഷ വരുന്നത് കുറവാണ്, ഇല്ല എന്നാണ് പറയാ. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഇനി നിങ്ങൾ ഈ തക്ദീബിൽ തുടരുകയാണെങ്കിൽ, ഒരു തിരുത്താൻ ആരും ഇല്ലാത്ത വിധം ഖബസ് വർദ്ധിക്കുകയും അതൊരു തെറ്റാണ് എന്ന് ആർക്കും തോന്നാത്ത വിധം എല്ലാവരും അത്രയും മോശപ്പെട്ട ഖബസായി തീരുകയും ചെയ്തു. വലാ യലിദു ഇല്ലാ ഫാജിറൻ കഫാറ എന്ന് നൂഹ് നബി പറഞ്ഞ അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അള്ളാന്റെ ശിക്ഷ വരും എന്നുള്ള താക്കീതാണ് അടുത്തത്. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക.